السلام عليكم ورحمة الله وبركاته. بسم الله عظيم القدرة والشان، شديد البطش والبرهان، حافظ الدين والقرآن. بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. أعلم أن الله على كل شيء قدير، وأن الله قد أحاط بكل شيء علما. اللهم إني أعوذ بك من شر نفسي، ومن شر كل دابة أنت آخذ بناصيتها، إن ربي على صراط مستقيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا محمدا عبده ورسوله، أرسله بالهدى ودين الحق بشيرا ونذيرا، وداعيا إلى الله بإذنه وسراجا منيرا، ليظهره على الدين كله ولو كره المشركون. الله جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الأمين الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. بلغ العلا بكماله، كشف الدجى بجماله، حسنت جميع خصاله. صلوا عليه وآله. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نيابة عنكم. يا صاحب البغداد كلي حاضري، يا مطلب الحاجات عبد القادر، يا صاحب الأجمير كلي ناصري، يا مطلب الحاجات خواجة سنجري، يا صاحب المدبور كلي حافظي، يا مطلب الحاجات سيم
الولي معيني كن معينا لي وأعنا يا أبا الفضل دواما غير منفصل ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله وتمم لي عنايتكم وعمم لي هدايتكم وخصص لي كرامتكم ولي الهند أجميري صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله. ഏറെ ബഹുമാനം നിറഞ്ഞ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, മഹത്തായ ഇസ്മത്ത് സെന്ററിന്റെ ആദരണീയരായ നേതാക്കളെ, ഇവിടെയുള്ള ഉസ്താദുമാരെ, നാട്ടുകാരെ, ബഹുമാനം നിറഞ്ഞ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന്റെ സിൽവർ ജൂബിലിയുടെ പ്രഖ്യാപനവും സ്വലാത്ത് മജ്ലിസിന്റെ വാർഷിക സദസ്സും അഭിവന്യരായ നൂറുൽ സാദാത്ത് ബായാർ തങ്ങൾ ഹഫിളഹുല്ലാഹ് തങ്ങളുടെ നേതൃത്വത്തിൽ ഏതാനും സമയത്തിനുള്ളിൽ നമുക്ക് ഇവിടെ നടക്കുകയാണ്. തങ്ങൾക്ക് വരാനും നമുക്ക് ദുആ ചെയ്ത് നേതൃത്വം നൽകാനും നമുക്കൊക്കെ അതിൽ പങ്കെടുക്കാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ഇന്നുവരെ ഈ മഹത്തായ സ്ഥാപനത്തെ മജ്ലിസിനെ സഹായിച്ചവർക്കെല്ലാം അല്ലാഹു ഖൈറും സന്തോഷവും നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബറുകൾ അല്ലാഹു സ്വർഗമാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മയും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ, സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ, അവരുടെ ഭർത്താക്കന്മാർ, ഭാര്യമാർ, കുട്ടികൾ, കുടുംബം, കൂട്ടുകാർ, സ്നേഹജനങ്ങൾ, മഹത്തായ ഇസ്മത്തിന്റെ സഹായികൾ, ഗുണകാംക്ഷികൾ, നമ്മയെല്ലാം അല്ലാഹു ജല്ല ജലാലുഹു അവന്റെ പ്രത്യേകമായ ഹിഫ്ളും ഹിമായത്തും നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു ഖൈറും സന്തോഷവും നൽകി ആഫിയത്തുള്ള ദീർഘായുസ് നൽകി മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമ ചൊല്ലി മരിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. നമ്മുടെ ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു തആല സ്വീകരിക്കട്ടെ. കുറേയേറെ സമയം വഅദ് പറയേണ്ട ഒരു മജ്ലിസ് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തങ്ങൾ വരുമ്പോൾ വഅദ് മതിയാവും. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമുക്ക് ഖബൂലിയത്ത് നൽകട്ടെ. ഒരുപാട് നമുക്ക് പരിചയമുള്ള നമ്മുടെ ഓണക്കാട് സയ്യിദി ഉസ്താദ് അടക്കം ഇവിടെയുള്ള ഉസ്താദുമാരുണ്ട്, വലിയ വലിയ ധാരാളം ആലിമീങ്ങളുണ്ട്, സദാത്യങ്ങളുണ്ട്. ഇനിയും ഒരുപാട് വലിയ വലിയ ഉസ്താദുമാരൊക്കെ വരാനുമുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും സന്തോഷവും റാഹത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ മഹത്തായ സ്ഥാപനം അതിന്റെ സഹകാരികളായി വലിയ ഒരു ആത്മീയ മജ്ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞു എന്നത് വിശുദ്ധ ശഅബാൻ മാസത്തിലെ വളരെയേറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
തങ്ങളിലേക്ക് ചേർത്തി പറഞ്ഞ മാസമാണ് ശഹ്റു ശഅബാൻ. ഏറ്റവും നല്ല നേതാവ് വരുമ്പോൾ, ഏറ്റവും ബഹുമാനമുള്ള ആളുകൾ വരുമ്പോൾ നല്ല ഒരുങ്ങേണ്ടതുണ്ട്. ഇവിടെ ഇപ്പം ബായാർ തങ്ങൾ വരുന്നത് കൊണ്ട്, നമ്മുടെ സമുന്നതരായ സയ്യിദായതുകൊണ്ട് നമ്മൾ നല്ലോണം ഒരുങ്ങിയിട്ടുണ്ടാവും. അതേസമയത്ത് ഇവിടെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ ഉസ്താദാണ് വരുന്നതെങ്കിൽ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഇതിനേക്കാൾ ഒന്നുകൂടി ഒരുങ്ങും ഇല്ലേ, ഒന്നുകൂടി റെഡിയാവും. ഇപ്പം വരുന്ന ആളുകളുടെ ബഹുമാനം എത്രമാത്രമുണ്ടോ അത്രമാത്രം ഒരുക്കങ്ങൾ ഉണ്ടാകും. സയ്യിദു ശുഹൂറാണ് ശഹ്റു റമളാൻ, മാസങ്ങളെ നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ മാസത്തിന്റെ നേതാവ് വരുമ്പോൾ അതിലേക്കൊന്ന് ഒരുങ്ങാൻ, നോട്ടീസ് അടിക്കാൻ, പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ, പ്രചരണം നടത്താൻ, സ്വാഗത സംഘ ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ, പത്രസമ്മേളനം നടത്താൻ, അങ്ങനെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് ഒരു പരിപാടി വെച്ചാൽ. അപ്പൊ ആ നേതാവ് വരുമ്പോൾ സ്വീകരിക്കേണ്ട വിഷയങ്ങളൊക്കെ ഒരുക്കണം. മഹാനായ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് വിശുദ്ധ റമളാനു ശരീഫും അതിലുള്ള ലൈലത്തുൽ ഖദ്റും ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്ന ലൈലത്തുൽ ബറാഅത്തും കഴിഞ്ഞ മാസത്തിന്റെ അവസാന ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ലൈലത്തുൽ മിഅ്റാജും ഇതെല്ലാം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ ബഹുമാനത്തിന്റെ അടയാളങ്ങളാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നല്ല ഒരുക്കം ഈ ഉമ്മത്ത് ഒരുങ്ങാനാണ്. 2 മാസങ്ങൾക്ക് മുൻപ് റജബ് മാസത്തിന്റെ പിറവി കാണുമ്പോൾ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, റജബിലും ശഅബാനിലും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. വബല്ലിഗ്നാ റമളാൻ, റമളാനിലേക്ക് എത്തിക്കണേ അല്ലാഹ്. മുഹറം മാസത്തിലും ബറക്കത്ത് വേണം, സഫറിലും വേണം, എല്ലാ മാസത്തിലും അല്ലാഹുവിന്റെ ബറക്കത്ത് വേണം. റജബിന്റെയും ശഅബാനിന്റെയും ബറക്കത്തിന് പ്രത്യേകമായി ചോദിച്ചത് അതൊരു അനൗൺസ്മെന്റ് ആണ്. ഈ ബറക്കത്ത് ജീവിതത്തിൽ കിട്ടിയിട്ട് നമ്മുടെ ദോഷങ്ങളൊന്ന് മാപ്പ് ചെയ്ത് കിട്ടണം, നമ്മുടെ ഇബാദത്തിനൊരു ഉത്സാഹമുണ്ടാകണം, നമ്മുടെ സമയങ്ങളിൽ ബറക്കത്ത് വേണം, ആയുസ്സിനെ സംബന്ധിച്ചുള്ള ചിന്ത വേണം, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ഖൽബിൽ ഓർമ്മ വേണം. അതെല്ലാം ഉണ്ടാകുമ്പോഴാണ് അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയാം, അല്ലാഹുവിലേക്ക് ഖൽബ് തിരിയാം. അങ്ങനെ തിരിഞ്ഞിട്ട് റമളാൻ ആകുമ്പോഴേക്ക് ദോഷങ്ങളൊക്കെ ഒന്ന് മാപ്പ് ചെയ്ത് കിട്ടണം. ചില ആളുകൾ മനസ്സിലാക്കിയത് റമളാൻ എന്ന് പറഞ്ഞാൽ ദോഷങ്ങളെ കരിച്ചു കളയുന്നത് എന്നാണ് അതിന്റെ അർത്ഥം തന്നെ. അതുകൊണ്ട് റമളാനിൽ ഇസ്തിഗ്ഫാർ ചെയ്താൽ മതി, റമളാനിൽ പൊറുക്കാനാണല്ലോ വരുന്നത്, അതുകൊണ്ട് ഇപ്പൊ ഒന്നിന്റെ ആവശ്യമില്ല എന്നാണ്. അങ്ങനല്ല, പരിപാടിക്ക് ഒരാളെ വിളിച്ചു, ഡേറ്റ് എല്ലാം ബുക്ക് ചെയ്തു, അയാള് വണ്ടിയെല്ലാം പിടിച്ച് ഇവിടുന്ന് കാസർഗോഡ് നിന്ന് ഇവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മനുഷ്യനില്ല. മറ്റേ ആ മൂപ്പരെ വിളിച്ചു നോക്കുമ്പോ അയാള് പറഞ്ഞല്ല നമ്മളത് മറന്നുപോയി. പരിപാടിക്ക് പോസ്റ്ററും ഇല്ല, മൈക്കും ഇല്ല, ക്യാമറയും ഇല്ല, ലൈറ്റും ഇല്ല, ആളുകളും ഇല്ല. അങ്ങനെ ഒരു നേതാവിന് നിങ്ങൾ കാത്തു നിൽക്കുമോ? നമ്മളെ ചിന്ത, പലരുടെയും ചിന്ത അങ്ങനെയാണ്, വിളിച്ചിട്ട് ആളെ ബുക്ക് ചെയ്താൽ മതി, മൂപ്പർ ഇങ്ങോട്ട് വരുമല്ലോ. ഇനിയിപ്പോ നമ്മളൊരു പണി എടുക്കണ്ടില്ല എന്നൊരാൾ ചിന്തിച്ചാൽ അയാൾ വിഡ്ഢിയല്ലേ. റജബ് മാസവും ശഅബാൻ മാസവും ഖൽബ് ശുദ്ധിയാകാനാണ്, ഇസ്തിഗ്ഫാർ ഏറാനാണ്, നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കാനാണ്, ഖുർആനോദൽ വർദ്ധിപ്പിക്കാനാണ്. നല്ല ഒരുക്കമൊരുങ്ങിയിട്ട് റമളാനു ശഹ്റു ഉമ്മത്തി, ഉമ്മത്തിന്റെ സന്തോഷമുള്ള ദിവസം, കല്യാണ ദിവസം പോലെ
പരിപാടിയുടെ ദിവസം പോലെ പരിപാടി വന്നിട്ട് എല്ലാരും കൂടെ വന്നിട്ടാണോ നമ്മൾ പോസ്റ്റർ ഉണ്ടാക്കല്? പരിപാടിന്റെ ഡേറ്റിന് ആളുകളൊക്കെ മംഗലത്തിന് വന്നതിന് ശേഷമാണോ അരി വാങ്ങാൻ വേണ്ടി പോകല്? കല്യാണത്തിന്, മകന്റെ കല്യാണത്തിന് നാട്ടുകാരെല്ലാം വിളിച്ച് വന്നിട്ട് അന്നാണോ പന്തല് കെട്ടല്? ഇപ്പം റമദാൻ വന്നതിന് ശേഷം ഇനി ഒരു ഒരുങ്ങലില്ല. റമദാൻ വന്നതിന് ശേഷം വീതിച്ച് ഭക്ഷണം കഴിക്കലാണ്, വാള് കേൾക്കലാണ്, സ്വലാത്തു ചൊല്ലലാണ്, സന്തോഷം പങ്കിടലാണ്. റമദാൻ വന്നിട്ട് നന്നാകാൻ നിൽക്കല്ലേ. റമദാനിനെ സ്വീകരിക്കാനൊന്ന് കൽബ് നന്നാക്കേണ്ടതുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ നല്ല സമയമാണ് ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ സ്വീകരണം, ഈ ഒരുക്കങ്ങളൊക്കെ നമ്മുടെ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും നന്മക്ക് ഘനം കൂടണം, ഹേതുവാകണം. അർഹമുർ റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മനസ്സെല്ലാം ഒന്ന് നന്നാക്കിയെടുക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരാഴ്ച കഴിയുമ്പോഴേക്ക്, അല്ല 3-4 ദിവസം കഴിയുമ്പോഴേക്ക് നമുക്ക് ലൈലത്തുൽ ബറാഅത്ത് വരികയാണ്. മനുഷ്യന്റെ ജീവിതത്തിലെ ബഡ്ജറ്റിന്റെ ദിവസമാണ്, രാത്രിയാണ് ലൈലത്തുൽ ബറാഅ. നിസ്ഫു ശഅബാനിന്റെ രാത്രിയിൽ വലിയ ബഹുമാനമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. ആ ലൈലത്തുൽ ബറാഅത്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തിന്റെ ഒരു സമ്മാനമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ ഒരു ഭാഗവുമാണ്. സഹോദരങ്ങളെ, ആ ലൈലത്തുൽ ബറാഅത്തിലും നമുക്കിനി റമദാനിലേക്ക് കയറാനാണെങ്കിലും 1000 മാസത്തേക്കാൾ ബഹുമാനമുണ്ടെന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ലൈലത്തുൽ ഖദ്റിന്റെ നന്മ കിട്ടണമെങ്കിലും നമ്മൾ ശരിക്കും അധ്വാനിക്കേണ്ടതുണ്ട്. നമ്മൾ ശരിക്കൊന്നും അധ്വാനിക്കേണ്ടതുണ്ട്, പണിയെടുക്കേണ്ടതുണ്ട്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. അല്ലാഹു തആല ദോഷങ്ങൾ മാപ്പ് ചെയ്തു കൊടുക്കും. ഭക്ഷണമൊക്കെ വിശാലമാകും. 3 യാസീനൊക്കെ ഓതലുണ്ടല്ലോ ലൈലത്തുൽ ബറാഅത്ത്. ഞാൻ ആ ഭാഗം പറയാൻ വേണ്ടി പറഞ്ഞതല്ല, നമ്മുടെ കൽബൊന്ന് ഒരുങ്ങാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ മുൻപ് ചില ആളുകൾ ഇപ്പൊ എല്ലാം ഈ കോമഡി ആയിട്ട് കേൾക്കുന്ന ആളുകളാണ്. അല്ലാഹു തആല നമ്മളെ നന്നാക്കി തരട്ടെ. സോഷ്യൽ മീഡിയന്റെ കാലമായതുകൊണ്ട് പറയാനുമില്ല. ഞാൻ മുമ്പ് വെള്ളിയാഴ്ച ഖുതുബ ഓതുന്ന പള്ളിയിൽ 3 യാസീൻ ഓതുന്നതിനെ സംബന്ധിച്ച് നമ്മുടെ ശഅബാൻ മാസത്തിലെ ബറാഅത്തിന്റെ തൊട്ട് മുൻപുള്ള വെള്ളിയാഴ്ച എല്ലാ ഉസ്താദന്മാരും പണ്ടേ വേദ പറയുന്നതാണ്. അങ്ങനെ വേദ പറഞ്ഞു. അപ്പൊ ഒരു ചെറുപ്പക്കാരനും ഖത്തറിലെ അല്ലാഹു തആല ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ഈ നാട്ടുകാർ ആരും ആമീൻ പറയുന്നില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കെ ആമീൻ പറയണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമുക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വാതെല്ലാം കഴിഞ്ഞിട്ട് റൂമിലെത്തിയപ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എല്ലാം സമ്പത്തുള്ളവനാണ്, നല്ല കച്ചവടക്കാരനാണ്. പിന്നെ എന്നോട് വന്നിട്ട് തമാശ മട്ടത്തിൽ ചോദിക്കുകയാണ്, ഉസ്താദേ, നമ്മളെല്ലാ സമയത്ത് ഈ ഭക്ഷണം വിശാലാകണേ എന്നല്ലേ ദ്വാരക്കുന്നത്. യാസീൻ ഓതുന്നതിന് അവൻ ഭക്ഷണം വിശാലാകാൻ, കഴിഞ്ഞാൽ ഓതിയതോ അവൻ ഭക്ഷണം വിശാലാകാൻ. ഇനി പോതണ്ടോ അതിനെ? അപ്പൊ എത്രയോ തലമുറക്ക് തിന്നാൻ വേണ്ടിയിട്ടുണ്ട്, എത്രയോ തലമുറക്ക് തിന്നാൻ വേണ്ടി മാത്രം ഉണ്ട്. പിന്നെ എന്തിനാണ് ഈ ഭക്ഷണം വിശാലാകാൻ വേണ്ടിയിട്ടും ബർക്കത്തിനും ദ്വാരക്കുന്നത് എന്നാണ് അവന്റെ ചോദ്യം. അതൊരു തമാശ മട്ടത്തിൽ ചോദിച്ചതാണ് അയാള്. പക്ഷെ എന്നാലും അങ്ങനത്തെ ഒരു ചിന്ത വന്നല്ലോ, ചോദിക്കാനുള്ളൊരു ചിന്ത കൽബിൽ വന്നില്ലേ. ഞാൻ അയാളോട് ഇപ്പൊ കിതാബിൽ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, പഠിച്ചോ ഇവനോട് എന്താ ഇപ്പൊ പറയാ? എന്നോട് ആദ്യമായിട്ട് ഒരാൾ ചോദിക്കുക അങ്ങനെ. ഞാൻ ഇവനോട് പറഞ്ഞു, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളെ മലബാറിൽ ഏറ്റവും കൂടുതൽ പഞ്ചസാര വരുന്നത് ഏത് സ്ഥലത്തേക്കാണെന്ന് എനിക്ക് അറിയോന്ന് വെച്ചു. അയാൾ പറഞ്ഞ അറിയില്ല. ഭാഗ്യം, എനിക്കും അറിയില്ല. ഞാൻ വെറുതെ ചോദിച്ചതാണ്, ഇവനൊന്ന് പൊട്ടീസാക്കാൻ വേണ്ടിട്ട്. ഞാൻ പറഞ്ഞു കോഴിക്കോടാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. കോഴിക്കോട് അങ്ങാടിയിലാണ് ഭയങ്കര പഞ്ചസാരന്റെ കേന്ദ്രം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അവനോട് ഞാൻ പറഞ്ഞു, ഞാനൊരു കഥ പറയണ പോലെ അവന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ ഇവനോട് പറഞ്ഞു, അവിടെ ഒരു ഹാജിയാരുണ്ട് പോലും, അയാളുടെ കടയിലേക്കാണ് ഈ പഞ്ചസാര കമ്പനി അങ്ങനെ തന്നെ പഞ്ചസാര ഇറക്കി കൊടുക്കുന്നത്. എത്ര ടൺ പഞ്ചസാര അയാളെ കമ്പനിയിൽ നിന്നാണ് കേരളത്തിലെ ഏകദേശ ഭാഗത്തേക്കും പഞ്ചസാര ഇങ്ങനെ കയറ്റി ഇറക്കുന്നത്, കയറ്റി വിടുന്നത്. ഭയങ്കര മുതലാളിയാ.
അയാളുടെ പഞ്ചസാരയുടെ ഗോഡൌണില് നമ്മളെ സുലൈമാൻ ഉറുമ്പ് എന്നെല്ലാം പറഞ്ഞ ഉറുമ്പില്ലേ, വലിയ ഉറുമ്പ്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയാം, നിങ്ങളുടെ നാട്ടിൽ പറയുന്ന അറിയില്ല. അതല്ല എത്രയാണ് വന്നിട്ട് ഈ സാധനം ഇട്ട് തിന്നിട്ട് പോകുന്നത്. എത്ര ഈച്ചകളും തേനീച്ചകളും ഒക്കെയാണ് ഈ പഞ്ചസാരയിൽ നിന്നും മധുരം നുകരുന്നത്. ഇയാള് ഭയങ്കര കൊക്കക്കോടീശ്വരനാണ്, മൾട്ടിയാണ്. എല്ലാ സ്ഥലത്തേക്കും മൂപ്പരാണ് പഞ്ചസാര കയറ്റി അയക്കുന്നത്. സാമ്പത്തികമായിട്ട് ഒരു ക്ഷീണവും ഇല്ല. പക്ഷെ നിങ്ങൾക്ക് അറിയോ കഥ? താഴെ വീണ് പോയിരിക്കുന്ന ഈ വെളുത്ത ഈ സാധനം അതെടുത്തിട്ട് വായിൽ വെക്കാൻ മൂപ്പർക്ക് പറ്റൂല. മൂപ്പർക്ക് ഷുഗർ എപ്പോഴും 800-ന്റെ മേലെയാ. ഞാൻ ഇയാളോട് പറഞ്ഞതാ, പെട്ടെന്ന് തട്ടിക്കൂട്ടി ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞതാ. ഞാൻ പറഞ്ഞു ഈ ഭക്ഷണം വിശാലമാകുക, ബർക്കത്ത് എന്നെല്ലാം പറഞ്ഞാൽ നല്ലോണം തിന്നാന്നുള്ളതൊന്നും അല്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന ഒരു തൗഫീഖാണ്. ഭക്ഷണം കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. ഒരാൾക്ക് നല്ല ഗുണം ഫ്രൂട്ട്സ് കച്ചവടമാണ്, അയാൾക്കും അയാളെ മക്കൾക്കെല്ലാം ജ്യൂസ് അടിച്ച് കൊടുക്കല നാട്ടുകാർക്ക് മുഴുവനും. പക്ഷെ മൂപ്പർക്ക് കുടിക്കാൻ പറ്റുന്ന ജ്യൂസ് ഏതാണെന്നറിയോ? ഞങ്ങളുടെ നാട്ടിലെ കൈപ്പക്കാന്ന് പറയും. ഷുഗർ ഭയങ്കര. ഡോക്ടർ നിങ്ങൾക്ക് ജ്യൂസ് കുടിക്കാം, പക്ഷെ പഞ്ചസാര ഇടാത്ത കൈപ്പക്ക ജ്യൂസാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. പിന്നെ കുടിക്കണോ? സത്യത്തിൽ അതൊരു തടസ്സമല്ലേ? അതാ ബർക്കത്ത് കേട് എന്ന് പറയുന്നത്. പുതിയ ലോകത്ത് വളഞ്ഞു ചിന്തിക്കുന്ന കാലമാണ്. അതുകൊണ്ട് ഞാൻ പറയാണ്, ലൈലത്തുൽ ബറാഅത്ത് ഈ രാത്രിയിലും അതല്ലാതെ റമദാനു ശരീഫിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ലൈലത്തുൽ ഖദറിന്റെ സന്തോഷമുള്ള രാത്രിയിലും തൗബ സ്വീകരിക്കാത്ത, ദുആ ഏറ്റെടുക്കാത്ത, അല്ലാഹു തആല റഹ്മത്തിന്റെ നോട്ടം നോക്കാത്ത 4 വിഭാഗം ആളുകളെ സംബന്ധിച്ച് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 4 വിഭാഗം ആളുകൾ. ആരാണവർ? ഒന്നാമത്തെ ആള് മുദ്മിനുൽ ഖംർ, മദ്യപാനിയാണ്. നമ്മളെ സദസ്സിലൊന്നും മദ്യപാനികൾ ഉണ്ടാവില്ല, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. ഏതെങ്കിലും സമയത്ത് എപ്പോഴെങ്കിലും ഉപയോഗിച്ചു പോയിട്ടോ, ലഹരിക്ക് എപ്പോഴെങ്കിലും അടിമപ്പെട്ടു പോയിട്ടോ ഉണ്ടെങ്കിൽ തൂബൂ ഇലല്ലാഹ്, മനസ്സറിഞ്ഞ് അല്ലാഹുവിലേക്ക് തൗബ ചെയ്യാൻ പറ്റിയ സമയമാണ്. അല്ലാഹുവിലേക്ക് കരയാൻ പറ്റിയ സമയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റഹ്മത്തും മഗ്ഫിറത്തും വിശാലമാണ്. എത്ര തെറ്റ് ചെയ്താലും കൽബ് തട്ടി അല്ലാഹുവിനോട് മാപ്പ് ചോദിച്ചാൽ, അല്ലാഹുവും അവന്റെ അടിമയും തമ്മിൽ മാത്രം അറിയുന്ന തെറ്റുകളാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വേറെ ഒരാളെയും സാക്ഷിയാക്കാതെ തന്നെ പുറത്തു കൊടുക്കുന്നതാണ്. ഇസ്ലാമിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് വേറൊരാളോട് പറയേണ്ടതുമില്ല. ഒരാളൊരു മസാല ചോദിക്കുകയാണെങ്കിൽ തന്നെ, ഉസ്താദെ ഞാൻ കള്ളു കുടിച്ചപ്പോ ഇനെന്താ പ്രതിവിധി എന്ന് ചോദിക്കേണ്ടില്ല. ഒരാൾ കള്ളു കുടിച്ചാൽ എന്താണ് മസാല എന്ന് ചോദിച്ചാൽ മതി. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ മതി. ഞാൻ അങ്ങനെ ചെയ്താൽ അങ്ങനെ എന്താ അങ്ങനെ ചോദിക്കേണ്ടില്ല. നമ്മളുടെ തെറ്റ് വേറൊരാളെ സാക്ഷിയാക്കാൻ പാടില്ല. മഹാനായ കലീമുല്ലാഹി മൂസ, എന്തോ ഒരു ഉഷാറ് പോലെ, കലീമുല്ലാഹി മൂസ. ഞാൻ കാസർഗോഡ് നമ്മുടെ സുന്നി സെന്ററിൽ, നമ്മുടെ SOS ആസ്ഥാനത്ത് ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. പറഞ്ഞ സമയം പോകും. ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി. ക്ലാസ്സിൽ നിറഞ്ഞ സദസ്സുണ്ട്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, നമ്മൾ ഉറക്ക സ്വലാത്ത് ഇല്ലേ? അവിടെ 1000 തവണ സ്വലാത്ത് ഇല്ലേ? മുത്തുനബിന്റെ പേര് പറഞ്ഞാലും അവർ സ്വലാത്ത് ഇല്ലൂല. അങ്ങനത്തെ ഒരു സദസ്സ്. അപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു മുസ്ലിങ്ങളായിരിക്കൂല, മുസ്ലിങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് സുന്നി ആയിരിക്കൂല, സുന്നിയാണ്, സുസുന്നിയ. പക്ഷെ സ്വലാത്ത് ഇല്ലൂല. എന്താ കാരണം എന്ന് പറയുക? അവർക്ക് കാത് കേൾക്കൂല. ഞാൻ പറഞ്ഞത് അവർക്ക് കേൾക്കൂല. അവർക്ക് സംസാരിക്കാൻ കഴിയില്ല. മനുഷ്യർക്കൊപ്പം എന്ന പ്രമേയത്തിൽ ഉസ്താദ് യാത്ര നടത്തിയപ്പോ വേറെ മൂലയിൽ കാഫി മൊഴിമാറ്റം നടത്തിയ കണ്ടില്ലേ? ആ കൂട്ടത്തിൽ 2 ആളുണ്ടായതിൽ ഒരാള്, ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് മറ്റേ മൂലയിൽ നിന്ന് അദ്ദേഹം മായദനിൽ ഉസ്താദാണ്. അദ്ദേഹം ഇത് അവരുടെ ഭാഷയിലേക്ക് മൊഴിമാറ്റം നടത്തുന്നുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞു, ഇവർ 2 കൈ ഇങ്ങനെ ഉയർത്തുന്നു. എന്നോട് തഖ്വയിൽ അധിഷ്ഠിതമായി എങ്ങനെ ജീവിക്കാമെന്നാണ് ഓർക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. 2 കൈ ഇടയ്ക്കിടയ്ക്ക് ഉയർത്തുന്നുണ്ട്. അപ്പൊ ഈ സഖാഫി എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ പറഞ്ഞ ആശയം അവർക്ക് ബോധ്യപ്പെട്ടപ്പോൾ അവർ തക്ബീർ ചെല്ലുന്നതാണ്. ജീവിതത്തിൽ ഒരു അല്ലാഹു അക്ബർ പറയാൻ കഴിയാത്തവർ. നിങ്ങൾ സ്വലാത്ത് കുറക്കരുത്. നിങ്ങൾ സ്വലാത്ത് കുറഞ്ഞാൽ എന്റെ ബലങ്ങ് പോകും. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ ആ പ്രിയപ്പെട്ടവരോട് എന്താണ് പറയേണ്ടതെന്ന് എനിക്കല്ലേ പിടുത്തൊന്നുമില്ല.
എന്നാലും ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ആമി ഇങ്ങോട്ട് കേൾക്കണം, സ്വലാത്ത് ഇങ്ങോട്ട് കേട്ടാൽ ഒരു സമാധാനം. നിങ്ങൾ ചെല്ലുന്ന നിങ്ങൾ ചുണ്ടല്ലാണെന്ന് ഞാൻ കാണുന്നുണ്ട്, നിങ്ങളൊന്ന് ഉഷാറാക്കാൻ വേണ്ടി പറഞ്ഞതാ. എന്നാൽ നിങ്ങൾ നോക്കി, ഈ സദസ്സിൽ നിങ്ങൾ സ്വലാത്തില്ലെന്ന് പറയാൻ കഴിയില്ല. നിങ്ങൾ മരിക്കുമ്പോൾ ദിക്റ് ചൊല്ലണം. ദിക്റ് ചൊല്ലി മരിക്കണമെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കാണ് മരിക്കുമ്പോൾ പറയാൻ ഏറെ സാധ്യതയുള്ളത്. അതുകൊണ്ട് അക്തിറൂ ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അധികരിപ്പിക്കണേ. ഈ സദസ്സിനോട് പറയാൻ കഴിയൂല. കൽബ് ശുദ്ധിയാകാനും തഖ്വയേറാനും ഏറ്റവും നല്ല മരുന്നും ഭക്ഷണവും വിശുദ്ധ ഖുർആനാണ്. അതിനേക്കാളും നല്ലൊരു മട്ടൻ ബിരിയാണി വേറെ കിട്ടാനില്ല. തഖ്വ ഏറാനും കൽബ് ശുദ്ധിയാകാനും ഏറ്റവും നല്ലത് ഖുർആൻ പാരായണമാണ്. പക്ഷേ ഈ സദസ്സിലുള്ള ഒരാളോട് നിങ്ങൾ ഖുർആൻ ഓതൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ സ്വലാത്ത് ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ദിക്റ് ചൊല്ലൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചെയ്യാൻ വേണ്ടി പറയാൻ പറ്റുന്നത് നിങ്ങൾ നിസ്കരിക്കണമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മുത്തായ തങ്ങളെ വാക്ക് നിങ്ങൾ കേട്ടോ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഉമ്മിൽ കിതാബ് ഔ ബി ഫാത്തിഹത്തിൽ കിതാബ്. ഫാത്തിഹ ഓതാത്തോനി നിസ്കാരമില്ല എന്നല്ലേ തങ്ങൾ പറഞ്ഞത്. ഇവർക്ക് ഓതാൻ കഴിയാത്തത് കൊണ്ടാണ് ആ സമയത്ത് അവർ നിന്നാൽ മതി, വെറുതെ നിന്നാൽ മതി. അതേ സമയത്ത് ഒരു ഫാത്തിഹ ഇല്ല, ഒരു തക്ബീറത്തുൽ ഇഹ്റാം ഇല്ല, ഒരു വജ്ഹത്തു ഇല്ല, ഒരു അത്തഹിയ്യാത്ത് ഇല്ല, ഒരു സുബ്ഹാന റബ്ബിയൽ അളീം വബിഹംദിഹി ജീവിതത്തിലില്ല, ഒരു സുബ്ഹാന റബ്ബിയൽ അഅല ഇല്ല, ഒരു സലാം വീട്ടലില്ല. ബഹുമാനപ്പെട്ട സൈനുൽ ആബിദീൻ തങ്ങൾ അല്ലാഹു റഹ്മത്തെ സന്തോഷം കൊടുക്കട്ടെ. അവരുടെ ജീവിതത്തിൽ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവർ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് സഹോദരങ്ങളെ, അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കുകയാണ് വേണ്ടത്. കാരണം ദുനിയാവിൽ ചെറിയ തടസ്സങ്ങളാണ്, ചെറിയ തടസ്സമല്ല വലിയ തടസ്സമാണ് ഈ പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അതില്ല എന്ന് പറഞ്ഞാൽ നടക്കൂലല്ലോ. പക്ഷെ ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, നിങ്ങൾ ആഖിറത്തിൽ വലിയ സന്തോഷത്തിന് ചാൻസ് ഉള്ളവരാണ്. കാരണം മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇമാം ഗസാലി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്, അതാ മഹ്ശറിൽ വരുമ്പോ ആദ്യം തന്നെ ഹിസാബ് വളരെ എളുപ്പമായ ഹിസാബോടുകൂടി അസ്ഹാബുൽ യമീനിലേക്ക് വലതുഭാഗത്തേക്ക് വിജയികളായി മാറ്റി നിർത്തപ്പെടുന്നവർ ദുനിയാവിൽ കണ്ണിന് കാഴ്ചയില്ലാത്തവരാണ്. ദുനിയാവിൽ കണ്ണിന് കാഴ്ചയുള്ളവർ ആ കോലത്തിൽ എത്ര വർഷമാണ് ഹിസാബിന് വേണ്ടി കാത്തു നിൽക്കേണ്ടത്. അതേ സമയത്ത് അല്ലാഹ് കണ്ണിന് കാഴ്ച കൊടുക്കാത്തവൻ അവിടെ എത്തുമ്പോൾ അവൻ സന്തോഷിക്കുകയാണ്. കാരണം അവൻ ഈ ക്യൂ നിൽക്കേണ്ടതില്ല, കണ്ണിന്റെ കാഴ്ച കൊണ്ട് എന്ത് കണ്ടു എന്ന് ആലോചിക്കേണ്ടതില്ല. ഈ ഹദീസ് പറഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഒരു ആശ്വാസം കൊടുക്കണമല്ലോ. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സന്തോഷിക്കൂ. വഅള് പറയുന്ന ആളുകൾ, സംസാരിക്കുന്ന ആള് കിബറനാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. വഅള് പറയുന്ന ആള് വരുമ്പോ സ്റ്റേജിലുള്ള ആള് പൊതുവെ ഒരു ആതിഥ്യ മര്യാദ എന്ന നിലക്ക് പറയുന്ന വഅള് പറയുന്ന ആള് വരുന്നുണ്ട്, തക്ബീറില്ലെന്ന് പറയും. ഈ വരുന്ന ആള് വിചാരിക്കും ഞാൻ എന്നെ കുറിച്ച് പറയാണ്, വലിയ വലിയ സ്വാലിഹ്യങ്ങളായ ഉസ്താദുമാരെ വർക്കത്തുണ്ട്, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. വരുന്ന ആള് വിചാരിക്കും തർക്കമില്ല, ഞാൻ ഭയങ്കര സംഭവമായിട്ടാണ് ആളെല്ലാം എണീച്ചത്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, പാട്ടുപാടുന്നവൻ കിബറനാകാൻ സാധ്യതയേറെയാണ്. ചില ആളുകൾ പാട്ടും പാടണ്ട, പ്രസംഗിക്കും വേണ്ട, വെറുതെ തന്നെ പറയും വാചകടി. എന്തൊരു വാചകടി! സുബ്ഹാനല്ലാഹ്. വർത്താനം പറഞ്ഞ് എന്നെ പൊട്ടിക്കാൻ കഴിയൂല. ഞാൻ ആരെയും പറഞ്ഞിരുത്തുന്നെല്ലാം പറയുന്നേക്കണില്ലേ? ഏത് മീറ്റിംഗ് പോയാലും എന്റെ മുമ്പിൽ ഒറ്റനെ ഞാൻ വിടൂല. കിബറിന്റെ വാക്കുകളാണ്, അഹങ്കാരത്തിന്റെ മൊഴികളാണ്. മൻ കസുറ ദുനൂബുഹു من كثر كلامه كثر ذنوبه ومن كثر ذنوبه مات قلبه ومن مات قلبه دخل في النار. സംസാരമേറുന്നവന്റെ കുറ്റങ്ങൾ അധികരിക്കും, കുറ്റങ്ങൾ അധികരിച്ചവന്റെ ഹൃദയം മരിക്കും, ഹൃദയം മരിച്ചവൻ നരകത്തിലാണ്. പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്
അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സ്വമത്ത നജാ, വായ പൂട്ടിയവൻ വിജയിച്ചു. പിന്നെ ഈ നാവ് കൊണ്ടെന്ത് കാര്യം? പിന്നെ ഈ സംസാരം കൊണ്ടെന്ത് കാര്യം? രാവിലെ സുബഹിക്ക് എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം കണ്ണടച്ച് നിങ്ങൾ ഉറങ്ങുന്നത് വരെയുള്ള സംസാരങ്ങള്, നിങ്ങൾ പലരോടും സംസാരിച്ചതിന്, ഫോണിൽ സംസാരിച്ചതിന് നിങ്ങളൊരു കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി പുസ്തകമാക്കുകയാണെങ്കിൽ ഒരു ജീവിതചരിത്രത്തിന്റെ അത്രമാത്രം ഒരു ദിവസത്തെ സംസാരം ഉണ്ടാകും. എഴുതി തീർക്കാൻ കഴിയാത്തത്രയും സംസാരങ്ങൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടത്തുന്നുണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ ഈ ടീമിന് അല്ലാഹു തആല സംസാരിക്കാൻ തൗഫീഖ് കൊടുക്കാത്തതിനാൽ, ഞാൻ പറഞ്ഞത് ഒന്നും അവര് കേൾക്കാത്തതിനാൽ, നാളെ ആഖിറത്തിൽ നിങ്ങൾ എന്ത് കേട്ടു എന്നവരോട് അല്ലാഹു ചോദിക്കൂല, നിങ്ങൾ എന്ത് പറഞ്ഞു എന്നവരോട് ചോദിക്കൂല. വമാ യൽഫദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഉച്ചാരണം മുഴുവനും ഒപ്പിയെടുക്കാൻ അല്ലാഹു സംവിധാനങ്ങൾ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, അബ്ശിറൂ, നിങ്ങൾ സങ്കടപ്പെടല്ലേ, അല്ലാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് നിങ്ങൾക്കൊരു ടെൻഷൻ വേണ്ടേ, നിങ്ങൾ ആഖിറത്തിൽ രക്ഷപ്പെടാനുള്ളവരാണ്. അതുകൊണ്ട് തന്നെ സംസാരിച്ചിട്ട് വൃത്തികേട് പറയുന്നവനേക്കാൾ സംസാരിക്കാൻ കഴിയാത്ത നിങ്ങൾ ആദ്യം തന്നെ എത്താൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് സംസാരം തുടങ്ങിയത്. സുഹൃത്തുക്കളെ, ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആ ഭാഗം വിശദീകരിച്ചല്ല, പറഞ്ഞു പോയത് കൊണ്ട് പറയാണ്. എല്ലാം കൂടി കഴിഞ്ഞിട്ട് അവര് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കണമെന്ന്, അങ്ങനെ അവരെ സമാധാനല്ലേ, അങ്ങനെ ഫോട്ടോ എല്ലാം എടുത്തു. കൂട്ടത്തിൽ 2-3 ആളുകൾ വന്നിട്ട് ഈ സക്കാഫി ഉസ്താദ് ഉണ്ടല്ലോ, നമ്മളെ മൈദൽ ഉസ്താദ് എന്ന് പറഞ്ഞ സക്കാഫി, മൂപ്പരോട് ഇങ്ങനെ അവരുടെ ഭാഷയിൽ ഭയങ്കര സൗണ്ട് എല്ലാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ സക്കാഫിയോട് ചോദിച്ചു, എന്താ ഊർ പറയുന്നത്? അപ്പൊ ഈ സക്കാഫി ഉസ്താദ് പറയാണ്, ഉസ്താദേ, ഇവര് ചോദിക്കുന്നത്, ഈ ഉസ്താദ് ഇപ്പൊ ക്ലാസ് എടുത്ത ഉസ്താദ് നമ്മൾ ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ, എന്ത് സംസാരിക്കുന്ന ആള് സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞതല്ലേ. സത്യത്തിൽ നിങ്ങൾ നാവുകൊണ്ട് എടുക്കുന്ന പണി നമ്മൾ കൈകൊണ്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ നമ്മൾ കണക്കന്നല്ലേ എന്നാ ഇവരെ ചോദ്യം. എന്ത് കാഞ്ഞ ബുദ്ധിയുണ്ടോ? നിങ്ങൾ സംസാരിക്കുന്ന നാവ് കൊണ്ടെടുക്കുന്ന പണി നമ്മൾ കൈകൊണ്ട് എടുക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ കണക്കനല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത്. എനിക്ക് നേരിട്ട് അവരോട് സംസാരിക്കാനുള്ള ഇത് അറിയില്ലല്ലോ, അവരുടെ ഭാഷ അറിയില്ലല്ലോ. ഉസ്താദ് മുഖേനല്ലേ എന്റെ സംസാരം, സക്കാഫി മുഖേന. ഞാൻ അദ്ദേഹത്തോട് പെട്ടെന്ന് പറഞ്ഞു, എനിക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ആ സക്കാഫി ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ അവരോട് പറയൂ, ഇതവരുടെ നന്മയുടെ കൽബാണ്, ഇതും അവരുടെ തൗബയുടെ മനസ്സാണ്. ഈ ചിന്ത തന്നെ അവരെ ഈമാനിന്റെ ഭാഗമാണ്. ഇല്ലെങ്കിൽ എന്താ മനുഷ്യന്മാര് മനസ്സിലാക്കുക? ഒരു വളഞ്ഞോനാണ് എന്താ ചിന്തിക്കുക? ഈ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സംസാരിക്കുന്ന പോകുന്നതിന് മുമ്പ് തന്നെ നമ്മ സ്വർഗത്തിലെത്തും, അതുകൊണ്ട് ഇനി എന്ത് കളിക്കാന്നല്ലേ മനുഷ്യന്മാര് സാധാരണഗതിയിൽ കൊസറ ചിന്തിക്കുന്നവൻ ചിന്തിക്കുക. അതേ സമയത്ത് നല്ല ഈമാനുള്ളവരാണ്, തഖ്വയുള്ളവരാണ്, അല്ലാഹുവിനെ ഭയമുള്ളവരാണ്. നാവ് കൊണ്ട് സംസാരിക്കുന്ന പണി കൈകൊണ്ട് നമ്മൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് അവരുടെ തൗബയുടെ മനസ്സാണ്. ഞാൻ അവരോട് പറഞ്ഞു, അല്ലാഹുവിനോട് തൗബ ചെയ്ത് മനസ്സിന്റെ ഉള്ളിൽ തൗബ ചെയ്ത് ജീവിക്കാൻ പറയൂ. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ പറഞ്ഞു വന്ന് നിങ്ങൾ ആമീൻ കുറഞ്ഞപ്പോ അങ്ങോട്ട് കയറിപ്പോയതാ. ഉറക്ക സ്വലാത്തല്ലോ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ശഅബാൻ മാസത്തിലല്ലേ സ്വലാത്തിന്റെ സന്തോഷമുള്ളത്? ശഅബാൻ മാസത്തിലല്ലേ മുത്തുനബിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഹദിയ കൊടുക്കാൻ പറ്റുന്നത്? അല്ലാഹുവേ, ഈ ശഅബാനും ഈ റമളാനും ഒക്കെ അസ്തമിക്കുന്നതിന്റെ മുൻപേ യഖ്ലത്തിലും മനാമിലും മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണിക്കണേ അല്ലാഹ്. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാവരെയും അല്ലാഹു തആല ഖബൂൽ ചെയ്യുന്ന പരിശുദ്ധമായ ശഅബാനിന്റെ പകുതിയുടെ രാത്രി, ബറാഅത്തിന്റെ രാവ്, അതുപോലെ റമളാനു ശരീഫ്, ലൈലത്തുൽ ഖദ്ർ, ഈ പ്രധാനപ്പെട്ട സമയങ്ങളിലൊന്നും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടാത്ത പരാജയപ്പെട്ടവൻ ആരാണ്? മദ്യപാനിയാണ്, ലഹരി ഉപയോഗിക്കുന്നവനാണ്. നമ്മളെ മക്കളെ അല്ലാഹു തആല നന്നാക്കി തരട്ടെ, നമ്മളെ മക്കളെ അല്ലാഹു നന്നാക്കി തരട്ടെ. നിങ്ങൾ കാണുന്നില്ലേ ഇപ്പൊ ചെറിയ വീഡിയോസ് ഒന്നും കുട്ടികൾ പലരും ഈ വാട്സപ്പിൽ അയച്ചു, ഫേസ്ബുക്കിലല്ലേ സാധാരണ ഉണ്ട്. ഈ ബാഗ് പറയുന്ന ഉസ്താദുമാരൊക്കെ എന്താവുന്നുണ്ട്, അവരെ സ്നേഹിക്കുന്ന ആളായിരിക്കും. ഉസ്താദ് ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് പറയണെന്ന് പറഞ്ഞിട്ട് ഇതിൽ പിന്നെ നമുക്ക് വാട്സപ്പിൽ 100 ആളെല്ലാം വിട്ടുതരും, മറ്റോ വിട്ടത് ഇവനറിയില്ലല്ലോ. അങ്ങനെ ആരും നിങ്ങൾ വിട്ടുതരണ്ടെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതാ. കുറേണം വരും പേഴ്സണലായിട്ട് ഇങ്ങനത്തെ മെസ്സേജ്. അങ്ങനെ ഞാൻ നോക്കുമ്പോ 2-3 കുട്ടികൾ കൂടിയിട്ട് ഒരു ചെറിയ കുട്ടിയെ എന്തൊരു അടി അടിക്കണം, സുബ്ഹാനല്ലാഹ്, അടിച്ച് പ്രയാസപ്പെടുത്താണ്. 2 ദിവസം മുമ്പ് വേറെ വീട് അതുപോലെ തന്നെ കണ്ടു. ചെറിയ മക്കളാണ്,
ഒരു 10-20 വയസ്സിന് താഴെയുള്ള ചെറിയ മക്കള് എന്തൊരടിയാ അടിക്കണത്. അപ്പൊ ഇവരൊന്നും നല്ല ബുദ്ധിയിലല്ല, ശരിയായ നിലക്ക് ഉപ്പാന്റെയും ഉമ്മാന്റെയും മുമ്പൊന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ ഈ പണിയെടുക്കൂല. അപ്പൊ എന്തോ ഇവന്റെ എല്ലാം വായിന്റെ ഉള്ളിലുണ്ട്, എന്തോ തടിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാ അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരട്ടെ. നമ്മുടെ പരമ്പരയെ അള്ളാഹുവേ ഫിസ്ക് കയറാത്ത, ലിബറലിസം കയറാത്ത, മതനിരാസം കയറാത്ത, ബിദ്അത്ത് കയറാത്ത, യുക്തിവാദം കയറാത്ത നല്ല സ്വാലിഹീങ്ങളായ പരമ്പരയാക്കി തങ്ങളെ മുമ്പിൽ നാളെ സമർപ്പിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കും ഞങ്ങളെ പരമ്പരക്കും നൽകണേ അല്ലാഹ്. തെറ്റുകൾ എന്തെങ്കിലും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ മനസ്സറിഞ്ഞ അല്ലാഹുവിനോട് തൗബ ചെയ്യലാണ് മാർഗം. രണ്ടാമത്തെ ആളാരാണ്? ആഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവരാണ്. മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവർക്ക് ലൈലത്തുൽ ബറാഅത്തിന്റെ ഗുണം കിട്ടൂല, റമദാനിൽ അവർക്ക് ഇജാബത്ത് ഉണ്ടാകൂല, ലൈലത്തുൽ ഖദ്റിലെ തസ്ബീഹ് നിസ്കാരം ഓർക്ക് വലിയ ഫലം ചെയ്യൂല. കാരണം ഉമ്മാന്റെ പെർമിഷൻ ഇല്ല, ബാപ്പാന്റെ കൽബിൽ നിന്നെ കുറിച്ചൊരു സന്തോഷമില്ല. ഉമ്മാക്കും ബാപ്പാക്കും ഖിദ്മത്ത് ചെയ്യാത്ത മക്കളുണ്ടോ ഈ കൂട്ടത്തില്? റമദാനിലേക്ക് വന്നിട്ട് നേരെയാകാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. ചില ആള് പള്ളിക്കെല്ലാം നല്ലോണം കൊടുക്കും, ഇസ്മത്തിനും കൊടുക്കും, എല്ലാറ്റിനും കൊടുക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉപ്പാക്കൊന്നും കൊടുക്കൂല, ഉമ്മാക്കൊന്നും കൊടുക്കൂല. ചില ഉമ്മമാരോട് ചോദിച്ചാൽ മതി മക്കളെ സ്വഭാവം എങ്ങനെയാണ്, ഒന്ന് നരകത്തിലാണോ സ്വർഗത്തിലാണോ ഇപ്പൊ തന്നെ തീരുമാനാക്കാം. ഉമ്മാനോട് ചോദിച്ചു എങ്ങനെയുണ്ട് നിങ്ങളെ മോൻ? അപ്പൊ പറയാണ്, അല്ല എന്റെ മോന്റെ കഥയൊന്നും പറയണ്ട, ഓനോട് എനിക്ക് സുഖമില്ല എന്ന് പറയാൻ എനിക്കൊരു പേടിയാ. എന്താ ഓനിങ്ങനെ പറയും, വയസ്സായ ശ്വാസം മുട്ടല്ല സാധാരണ മനുഷ്യന്മാർക്കുള്ള ഇതന്നെ നിങ്ങൾക്ക് പണികളെ കൊണ്ട് ആശുപത്രി പോലെ തന്നെ പണി, മനുഷ്യന്മാർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ച് തട്ടിക്കേറുകയാണ്. ഒരു 100 രൂപ ഒരു ആവശ്യത്തിന് ചോദിച്ചാൽ മോൻ പറയാണ്, ഉമ്മ പറയാണ് മോനെ കുറിച്ച് ഒരു 100 രൂപ ചോദിച്ചാല് ഓന്റെ മുഖം തീ കത്തുന്ന പോലെ കത്തുകയാണ്. എന്റെ മോനോട് എനിക്ക് എന്തെങ്കിലും പറയാൻ പേടിയാണ് എന്നൊരു ഉമ്മാന്റെ വായിന്ന് വീണ് പോയാൽ, മോനെ ഈ പറക്കുന്ന പണക്കാരനും സ്വതക്ക ചെയ്യുന്നവനും പണ്ഡിതനുമാണെങ്കിലും ആ ഉമ്മാന്റെ ഒറ്റ ഒരു ചിന്തയില്ലേ, അതുകൊണ്ട് മാത്രം നരകത്തിന് നല്ല ചാൻസ് കാണുന്നുണ്ട്. ബാപ്പയോട് ചോദിക്കും നിങ്ങളെ മകൻ എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്, എന്റെ മകൻ എന്നെ ഫോൺ ചെയ്യാറില്ല, ഓനും ഓന്റെ ചങ്ങാതിമാരും ഇങ്ങനെ കറങ്ങലാണ്. ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരാഴ്ചയായി, എന്റെ കൂടെ ഒരിക്കലും ഇവൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. ഓനെ കാത്തു നിന്നിട്ട് ഞാൻ എത്ര ദിവസമാണ് ഇങ്ങനെ ഉറക്കഴിഞ്ഞത്, എന്തൊക്കെ പ്രയാസങ്ങളാണ് സഹിച്ചത്. നിനക്കായവർ ക്ലേശങ്ങൾ എന്തു സഹിച്ചതാ, അതുമാത്രമല്ലവരെന്തു ദുഃഖം തിന്നതാ. നിരോഗിയായാൽ നൊമ്പലം അവർക്കുള്ളതാ, കൈത്തണ്ടിലിട്ടവരെന്തു താരാട്ടുന്നതാ. നിനക്കുള്ള രോദനമാലവർ വിങ്ങുന്നതാ, കരയാത്ത കണ്ണും കരകവിഞ്ഞൊഴുകുന്നതാ. നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ, ഒലിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതാ. ഈ ലോകത്ത് ഏറ്റവും കാരുണ്യമുള്ള മനസ്സ് ഉമ്മന്റെ മനസ്സാണ്, പിന്നെയും ഉമ്മന്റെ മനസ്സാണ്, പിന്നെയും ഉമ്മന്റെ മനസ്സാണ്, പിന്നെ ബാപ്പന്റെ മനസ്സാണ്. ഓ സഹോദരങ്ങളെ, ആ ഉമ്മയോടും ബാപ്പയോടും നീ മിണ്ടാതിരിക്കുകയോ, ആ ഉമ്മയോടും ബാപ്പയോടും നീ പിണങ്ങുകയോ, ആ ഉമ്മാക്കും ബാപ്പാക്കും നീ ഫോൺ ചെയ്യാതിരിക്കുകയോ, സുബ്ഹാന ജല്ല ജലാലു. ഉസ്താദ്, നിങ്ങൾക്ക് ഉമ്മാന്റെ ഉമ്മാന്റെ സ്വഭാവം അറിയട്ട. ഞാൻ ഉമ്മാനോട് മിണ്ടാതിരിക്കാൻ കാരണം എന്താ അറിയോ? ഉമ്മാന്റെ സ്ഥലം ഉണ്ടേനു, ഉപ്പാന്റെ സ്ഥലം ഉണ്ടേനു. അത് ഓഹരി വെക്കുന്ന സമയത്ത് ഒരു തെങ്ങുണ്ടായിരുന്നു അവിടെ സെന്ററിൽ. അത് എനിക്ക് കിട്ടണം തന്നെ ഞാൻ വിചാരിച്ചതാ. ഉമ്മാനോട് ഉപ്പാനോട് ഞാൻ പലപ്പോഴും പറഞ്ഞതാ, ആ തെങ്ങ് എനിക്ക് തരണം. അത് അപ്പുറത്തെ വളച്ചു പിടിച്ചിട്ട് ജ്യേഷ്ഠനെയാണ് ആ തെങ്ങ് കൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ ഏട്ടനോടും ഉമ്മാനോടും ബാപ്പാനോടും ഉണ്ടാത്തതും. ഒരു ഉദാഹരണം പറഞ്ഞതാ. മോനെ, നീ ഒരു അരമണിക്കൂർ ആ തെങ്ങിന്റെ താഴെ നിന്നാല് ഉണങ്ങിയ തേങ്ങ ഉണ്ടാവും മേലെ.
അത് വീണ ഇന്റെ കഥ കഴിയും. തലമ വീണാൽ തീരാൻ മാത്രമേ നീ ഉള്ളൂ. എത്ര തെങ്ങുകളാണ് ഇടിവീണ് പോകുന്നത്. ഒരു തെങ്ങിന്, ഞാൻ നിസ്സാര കാര്യം പറഞ്ഞതാണ്, ഒരു തെങ്ങിന്റെ വേണ്ടിയിട്ടാണ്, 1/2 സെന്റിന് വേണ്ടിയിട്ടാ ഒരു ചങ്ങൽ അങ്ങോട്ടും ഇങ്ങോട്ടും 10 സെന്റിമീറ്റർ പിടിച്ച വകയില ഉമ്മാനോടും ബാപ്പാനോടും മിണ്ടാതിരിക്കുന്നതെങ്കില് ഈ സ്വർഗത്ത് പോകൂന്ന് കരുതണ്ട. പള്ളിയെടുത്തോനാണ് മമ്പന മസ്ജിദൻ ലില്ലാ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്നാ. സ്വർഗം റെഡിയാണ്, പള്ളി അല്ലാഹുക്ക് വേണ്ടി എടുത്തവന് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ ഉമ്മാന്റെയും ബാപ്പാന്റെയും പൊരുത്തമില്ലാത്തോനാണെങ്കിൽ ഒന്ന് ശരിക്കും കഷ്ടപ്പെടേണ്ടി വരുന്നതാണ്. ക്ലിയറായിട്ട് ഈസി ആയിട്ട് സ്വർഗത്ത് പോകാമെന്ന് കരുതേണ്ടതില്ല. അതുകൊണ്ട് ഉമ്മാനോടും ബാപ്പാനോടും നല്ല ബന്ധം സ്ഥാപിക്കണേ. ഉമ്മാനോടും ബാപ്പാനോടും നല്ല സ്വഭാവത്തിൽ പെരുമാറണേ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. പിന്നെ ചില മക്കളുണ്ട്, അവർ ഉമ്മാനോട് നല്ല ബന്ധത്തിലായിരിക്കും, ഉപ്പാനോട് അങ്ങോട്ട് അടുക്കൂല. അങ്ങനെയുണ്ട് ചിലർ. നിങ്ങളെ മലപ്പുറത്തിൽ എങ്ങനെയെന്ന് അറിയില്ല. ഉമ്മാനോട് പൊതുവെ മക്കൾ നല്ല ബന്ധത്തിലും സ്നേഹത്തിലൊക്കെ ആയിരിക്കും. ഉപ്പാനോട് കുറച്ചൊരു അകൽച്ച കാണിക്കും കുട്ടികൾ. ഒന്ന് ഉപ്പാന്റെ സ്വഭാവം കുറച്ചൊരു ഗൗരവത്തിൽ ഉണ്ടാവും. എന്നാലും അങ്ങനെ ആകാൻ പാടില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഉമ്മാനെയും ബാപ്പാനെയും ഒരുപോലെ സ്നേഹിക്കണം, നല്ല സന്തോഷത്തിൽ പെരുമാറണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. ഉമ്മാന്റെ പ്രതിസന്ധിയും പലപ്പോഴും വരാറുണ്ട്. അതുകൂടെ പറഞ്ഞേക്കാൻ ഞാൻ. ഏതായാലും ചില ഉമ്മമാരെന്തെന്നറിയോ, ഓർക്ക് ഇതിന്റെ ഭവിഷ്യത്തൊന്നും ഓർക്ക് മനസ്സിലാവൂല. അവര് മക്കളോട് പറയും, മക്കളെ നിങ്ങളെ ഉപ്പാന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊന്നും നിങ്ങൾ നോക്കണ്ട. വയസ്സായിട്ട് താടിയും മുടിയിൽ നരച്ചിട്ട് തൊണ്ടനായിട്ട് ഇങ്ങനെ നിൽക്കുന്നല്ലേ, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഉപ്പാക്ക് പണ്ട് ആവതുള്ള സമയം, നമ്മുടെ നാട്ടിലെ ഭാഷയാണ്, ഉപ്പാക്ക് പണ്ട് കഴിയുന്ന സമയമല്ലേ എന്നെ എത്രയാ തച്ചത് എന്നറിയാ. പണ്ട് എന്തോ ഒരു മാറ്റം കിട്ടിയതാ. അത് 36 മനസ്സിലങ്ങനെ വെച്ചിട്ട് ഇപ്പൊ മക്കള് വലുതായിട്ടാകുമ്പോ മക്കളോട് പറയാണ്, മക്കളെ ഉപ്പാന്റെ ഇപ്പോഴത്തെ ഇങ്ങനെ ബടിയെല്ലാം കുത്തി നടക്കുന്ന നീ നോക്കണ്ട. പണ്ട് ആഫിയത്തുള്ള സമയത്തിൽ എനിക്ക് എത്രയാ കിട്ടിയത്. അപ്പൊ ഈ മക്കളെ കൽവില് ഉപ്പാനോടൊരു വെറുപ്പ് വരും. ഉമ്മമാരെ, പണ്ട് കിട്ടിയ വകയിൽ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുത്താൽ നിങ്ങൾക്കും സീറ്റ് റെഡിയാവും, ഭർത്താവിനും സീറ്റ് റെഡിയാവും. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. എന്നത് പൊരുത്തപ്പെട്ടു കൊടുക്കാണ്ട് നിങ്ങൾ ഇങ്ങനെ വെക്കുകയാണെങ്കിൽ നിങ്ങളെ അവസ്ഥ എന്താണെന്നാടെ അറിയൂല. ചില ആള് പറഞ്ഞ് മാസ്റ്ററിൽ എത്തിയിട്ട് കാണിച്ചു തരാന്നെല്ലാം പറയും. അപ്പൊ ഈ പറയുന്നവന്റെ വിചാരം മറ്റേ ആള് ഫുള്ള് വേർപ്പിലും വെള്ളത്തിലും ഞാൻ നല്ല കസേരമായിരിക്കുന്ന. സത്യത്തിൽ ഇവിടെ തന്നെ പൊരുത്തപ്പെട്ടിട്ട് നമ്മളെ വെള്ളവും കൂടെ കുറച്ച് താക്കാൻ നോക്കാനാണ് ബുദ്ധിയുള്ളവന് നല്ലത്. അതുകൊണ്ട് ഭാര്യമാർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഉണ്ടാവല്ലോ. അപ്പം ഭർത്താവിനോടെല്ലാം പൊരുത്തപ്പെടിച്ച് കഴിഞ്ഞിട്ട് നല്ല സന്തോഷത്തിൽ ജീവിച്ചാൽ നിങ്ങൾക്കും സ്വർഗം കിട്ടും, ഭർത്താവിനും സ്വർഗം കിട്ടും. അള്ളാഹു നമ്മളെല്ലാരെയും സ്വർഗത്തിലാക്കി തരട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യണം. അത് പണ്ടുള്ള എന്തോ സംഗതി പറഞ്ഞിട്ട് മക്കളെ കൽവിൽ ഉപ്പാനോട് വെറുപ്പുണ്ടാക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയവർ, മാതാപിതാക്കളെ സങ്കടപ്പെടുത്തിയവർ, അവർക്ക് ലൈലത്തുൽ ബറാഅത്തിന്റെ ഗുണം കിട്ടൂല. റമളാനിൽ അള്ളാഹിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടൂല. ലൈലത്തുൽ ഖദ്റിൽ റബ്ബ് അവരെ പരിഗണിക്കൂല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതെല്ലാം വ്യത്യസ്ത ഹദീസുകളെ ഞാൻ ഒന്നിച്ചങ്ങ് പറഞ്ഞതാണ്. സുഹൃത്തുക്കളെ, മൂന്നാമത്തെ ആളാരാണ്? ഖാത്തിഉ റഹിം, കുടുംബബന്ധം മുറിക്കുന്ന ആളാണ്. കുടുംബബന്ധം മുറിക്കുന്ന ആള് ഏട്ടനും അനുജനും തമ്മിൽ മിണ്ടാറില്ല, ആങ്ങളെയും പെങ്ങളും മിണ്ടാറില്ല, ഭാര്യയും ഭർത്താവും മിണ്ടാറില്ല. അങ്ങനത്തെ ആളുകളുമുണ്ട്. ഭയങ്കര സങ്കടമാണ്. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ എന്തോ ഒരു മിസ്റ്റേക്കിന് ജ്യേഷ്ഠനോട് തെറ്റിയതാ. ഇവന്റെ മകളെ കല്യാണത്തിന് വരെ ജ്യേഷ്ഠനോട് മിണ്ടിയില്ല. ഇവന്റെ തന്നെ ഏട്ടന്റെ മകൾ തന്നെയല്ലേ ഇത്, അനിയന്റെ മകൾ തന്നെ ഏട്ടന്റെ മകൾ തന്നെയല്ലേ, ഒരേ രക്തമല്ലേ. പക്ഷേ അനുജന്റെ മകളെ കല്യാണത്തിന് ജ്യേഷ്ഠനെ വിളിച്ചത് എന്താ കാരണം? അത് പണ്ട് സ്വത്തോഹരി വെച്ചത്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എത്ര മനുഷ്യന്മാരാണ് പിണങ്ങി നിൽക്കുന്നവര്. ഒരേ വണ്ടിയിൽ അവര് കയറും, ഒരേ പള്ളിയിൽ നിസ്കരിക്കും, അടുത്തടുത്ത് കസേരന്റെ മേലെ ഇരിക്കും, അത് കേൾക്കും. പക്ഷേ കൽബ് റെഡിയാകൂല, മനസ്സ് നന്നാകുന്നില്ല. നല്ല ബന്ധം ചേർക്കണേ. മുത്തായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, തുഴ്തി മൻ ഹറമക്, നിനക്ക് തടഞ്ഞോന് നീ കൊടുക്കണേ. വതസ്ലു മൻ ഖതഅക്, നിന്നോട് മുറിച്ചവനോട് ബന്ധം ചേർക്കണേ. തഅഫു അമ്മൻ ളലമക്, നിന്നെ ആക്രമിച്ചവന് മാപ്പ് നൽകണേ. മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ.
അപ്പൊ നല്ല വിട്ടുവീഴ്ചയുള്ള മനസ്സ് വേണം. ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങരുത്. ചിലപ്പം വയലിന് വന്ന് വയർത്തങ്ങൾ വരുന്നല്ലേ, ദ്വാരക്കാൻ വേണ്ടി ഒരുപാട് തങ്ങന്മാർ ഉസ്താദ്മാരുടെ ഇല്ലല്ലേ. ഏതായാലും തങ്ങളൊക്കെ വരുന്നല്ലേ, നമുക്ക് ഏതായാലും പോകാന്നെല്ലാം വിചാരിച്ച് വന്നതാ. അപ്പം വരുമ്പോ ലാസ്റ്റ് പറഞ്ഞതെന്തറിയോ, ഭർത്താവ് ഭാര്യനോട് പറഞ്ഞതെന്നറിയോ, ബാക്കി ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. മനസ്സിലായില്ല? വാല് കേൾക്കാൻ വേണ്ടി വരുമ്പോ ലാസ്റ്റ് പറഞ്ഞ മാറ്റർ അതാണ്. എന്ത്? ബാക്കി വാല് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞുതരാൻ. ആർക്ക്? ഉപ്പാനെയും ഉപ്പാനെല്ലാം ചീത്ത വിളിച്ചു. ഇനി അതിന്റെ മുകളിലുള്ള ആളുണ്ട്, അവരെ വിളിക്കുന്നത് പയ്യെ വന്നിട്ടാക്കാൻ. ഇന്നാലില്ല, ചില ആളുകൾ അങ്ങനെയാണ്. ഭാര്യന്റെ ഉപ്പാനെ ചീത്ത വിളിക്കും, ഉപ്പാന്റെ ഉപ്പാനെ ചീത്ത വിളിക്കും. സുബ്ഹാനല്ലാഹ്, ഭാര്യക്ക് നേരിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും മക്കളെ മുമ്പെന്നെങ്കിലും അവരും വിളിക്കും. കണ്ടോ? അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. എല്ലാവരുടെയും മനസ്സൊന്ന് നന്നാകേണ്ടതുണ്ട്, ഖൽബൊന്ന് പരിവർത്തിപ്പിക്കപ്പെടേണ്ടതുണ്ട്, നമ്മുടെ ഖൽബൊന്ന് സ്ഫുടം ചെയ്തെടുക്കേണ്ടതുണ്ട്. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഏറ്റവും നിങ്ങളെ കൂട്ടത്തിൽ ഖൈറായ ആൾ ആരാണ്? ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി വഅന ഖൈറുക്കും ലിഅഹ്ലി. മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ ആള്, നിങ്ങളെ അഹ്ലിന് ഖൈറായ ആളാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ നാട്ടിലെ പ്രസിഡന്റ് സെക്രട്ടറിക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരാമീൻ പറഞ്ഞിട്ടില്ല, വേക്കിൽത്താൾ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ സന്തോഷങ്ങളും അല്ലാഹു കൊടുക്കട്ടെ. ചില സ്ഥലത്ത് പരിപാടിക്കല്ല, ഇവിടെ അങ്ങനത്തെ ഉണ്ടോ ഞാൻ അറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങളെ പറ്റിയല്ല ഞാൻ പൊതുവെ പറയാം. ചില ആൾക്ക് അവാർഡെല്ലാം കൊടുക്കും, ആദരവെല്ലാം ഉണ്ടാവും. ബാലിനെല്ലാം പോയാൽ കോട്ടെല്ലാം കിട്ടും, ഷാളെല്ലാം പതിപ്പിക്കും. ഇന്നലെ ഞാനൊരു സ്ഥലത്ത് ഹിഫ്ള് പൂർത്തിയാക്കുന്ന ഒരു പരിപാടിയിലാണ്. അപ്പൊ ആ മോനും ഷാള് അണിയിച്ചു കൊടുത്തു. ആ കുട്ടിന്റെ വാപ്പ ഒരു സാദിയാണ്, അദ്ദേഹത്തിനും കൊടുത്തൊരു ഷാള്. അപ്പൊ അതൊക്കെ ഒരു ആദരവിന്റെ ഭാഗമാണ്. ഞാൻ പറയുന്നത്, ഈ ആദരവ് അവാർഡെല്ലാം കൊടുക്കുമ്പോ ഈ അവാർഡ് ഉണ്ടാക്കി തെരഞ്ഞെടുക്കുന്ന ജൂറി ഉണ്ടല്ലോ, അവരാദ്യം ഇയാളെ പുരക്ക് വിളിക്കണം, പെണ്ണുങ്ങളോട് ചോദിക്കണം, ഇയാൾക്ക് അവാർഡ് കൊടുക്കാൻ അർഹതയുണ്ട്. മൂപ്പര് 10-50 കൊല്ലം ഞമ്മടുത്ത് ഹിദ്മത്തെല്ലാം ചെയ്ത് വലിയ ആളന്നെ, സംഗതി പഞ്ചായത്ത് പ്രസിഡന്റാണ്, കളക്ടറാണ്, ഭയങ്കര സംഭവമാണ്. പുരക്ക് മൂപ്പര് എങ്ങനെയെന്ന് ചോദിക്കണം. ഇതിനറിയോ, മൂപ്പര് നല്ല ആളാണോ, കൊടുക്കാൻ പറ്റുന്ന ആളെന്നെ ഒന്ന് അറിയാൻ. അത് നല്ലതാ. ഇല്ലെങ്കിൽ എന്താ അവസ്ഥ അറിയോ? ഞാനിപ്പോ ഇവിടെ വന്നെന്ന് വെച്ചു, നിങ്ങളെ ഇസ്മത്തുകാരെല്ലാം കൂടിയിട്ട് പറഞ്ഞു, ഏതായാലും അയാൾ അങ്ങനെ കാസർഗോഡിനെ വന്നല്ലേ, നമുക്കൊരു ഷാള് കൊടുക്കാന്ന് വിചാരിച്ചു. നിങ്ങൾ വിചാരിക്കാന്ന് ഉദാഹരണം പറഞ്ഞ ഷാളം തരണ്ട, ഒരു ഷാൾ ഇടാന്ന് വിചാരിച്ചിട്ട് എന്നെ നിങ്ങൾ ബഹുമാനിക്കാന്ന് കൂട്ടിക്കോ. ക്യാമറ മുമ്പ് തന്നെ ഉണ്ട്, ഓൺലൈനിൽ ഈ മജ്ലിസ് ലൈവാണ്. അതുകൊണ്ട് തന്നെ എന്റെ പുരയിലെ മക്കളും ഭാര്യയിലും ഇത് നേരെ കാണുന്നുണ്ടാവും. നിങ്ങൾ ഈ ഷാള് എനക്ക് ഇടുമ്പോ ഭാര്യ മക്കളോട് പറയും, മക്കളെ ആ ഷാള് വേസ്റ്റായി. നിങ്ങളെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് എന്നെ പറഞ്ഞതാ. ഇത് പുരയിലുള്ള ആൾക്ക് നമ്മളുടെ സ്വഭാവം പിടിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. നമ്മളെ ഭാര്യമാരുടെ അടുക്കൽ നമ്മൾ നല്ലവരാകണം. ഉരമുള്ള രീതി നീ എപ്പോഴും എടുക്കണ്ട, ഖനമുള്ള സ്വഭാവം വീട്ടിൽ വേണ്ട. അവർക്ക് ഭയങ്കര കടുപ്പമായി പോകും. മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ, രുചിക്കാത്ത വിഭവം ഏവനും വെറുക്കുന്നതാ. 4ാം ക്ലാസ്സിലെ കുഞ്ഞിനോട് ഉപ്പ ഭയങ്കര ഗൗരവം. രാവിലെ തല്ലി, ഉച്ചക്ക് തല്ലി, രാത്രി തല്ലി, ഗുളിക കഴിക്കുന്ന പോലെ ഒരേ പേടിപ്പിക്കൽ, ഭയങ്കര ഗൗരവം, ഭയങ്കര കർക്കശം. അങ്ങനെ ഒരിക്കലും മക്കളോട് പെരുമാറണ്ട. ഭാര്യനോട് എപ്പോഴും അടിയും പിടിയാക്കണ്ട. ഒരു ഹിറ്റ്ലറിസം വീട്ടിൽ വേണ്ട. നല്ല ക്ഷമ. 4ാം ക്ലാസ്സിൽ 3ലെല്ലാം പഠിക്കുന്ന കുഞ്ഞി ഉപ്പ ദിവസം തല്ലിയാണെങ്കിൽ മോൻ ഇങ്ങനെ വിചാരിക്കും, അള്ളാന്റെ റബ്ബേ, നമ്മൾ അപ്പുറത്തെ പെരക്കുള്ള ചെക്കനുണ്ട്, ഓൻ എന്റെ പേര് തന്നെ അതേ ബെഞ്ചിലിരുന്ന് സ്കൂളിൽ പഠിക്കുന്നവനാ, ഓന്റെ ഉപ്പ കഴിഞ്ഞ കൊല്ലാണ് ആക്സിഡന്റിൽ മരിച്ചത്. ഇപ്പൊ എന്തോ ഒരു സുഖം, പേടിപ്പിക്കാൻ ആളില്ല, ബാഗ് ഫ്രീ, പെൻസില് ഫ്രീ, എല്ലാ മോനെ ഫ്രീ, എത്തിയും കുട്ടിയുന്നുണ്ട്, എല്ലാവരും ഓനെ സഹായിക്കുന്നു. നമ്മളെ ഉപ്പ എന്താ റബ്ബെ മരിക്കാത്തത്? ഒന്ന് മരിച്ചിനെങ്കിൽ ഈ തല്ല് പേടിക്കണ്ട, രാവിലെ വിളിക്കുന്ന ബുദ്ധിമുട്ടില്ല, ഒരു ഇടങ്ങേറുമില്ല, നല്ല ആളെല്ലാം സംഭവം തെറ്റ്. മരിക്കട്ടെ വേഗം എന്നവർ കൊതിക്കുന്നതാ, രുചിക്കാത്ത വിഭവം ഏവനും വെറുക്കുന്നതാ. ഉമ്മത്ത സയ്യിദിന മുഹമ്മദ്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. നല്ല സ്വഭാവത്തിൽ വേണേ. ഒരിക്കലും കുടുംബ ബന്ധം മുറിക്കുന്നവന് ആങ്ങള പെങ്ങളോട് മിണ്ടുന്നില്ല, പെങ്ങൾ ആങ്ങളയോട് മിണ്ടുന്നില്ല,
ചെറിയ നിസാര കാര്യങ്ങളാണ്. കുടുംബ ബന്ധം മുറിക്കുന്നവന് അതാ ലൈലത്തുൽ ബറാഅത്തിന്റെ ഇജാബത്തില്ല, റമദാനിന്റെ ബഹുമാനമില്ല, ലൈലത്തുൽ ഖദറിന്റെ സന്തോഷമില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നാലാമത്തെ ആളാരാണ്? മുശാഹിനാണ്. മുശാഹിൻ എന്ന് പറഞ്ഞാൽ 3 ദിവസത്തിലേറെ തന്റെ മോമിനായ കൂട്ടുകാരനോട് മിണ്ടാതിരിക്കുന്നവനാണ്. 3 ദിവസത്തിലേറെ തന്റെ കൂട്ടുകാരനോട്, മോമിനായ സുഹൃത്തിനോട് മിണ്ടാത്തോന് ലൈലത്തുൽ ബറാഅത്തിന് എത്ര ദ്വാരന്നാലൊന്നും കിട്ടൂല. ചില പള്ളിയിലെല്ലാം നല്ല രസം. ഒരാള് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി വന്നു. അപ്പൊ സഫ് ഏകദേശമല്ല, ഇനി ഒരാൾക്ക് നിൽക്കാനുള്ള സീറ്റ് ഉണ്ട്. ഇവൻ ഇങ്ങനെ നോക്കുമ്പോ നമ്മളെ മറ്റവനാണ് അവിടെ ഉള്ളത്, ലാസ്റ്റത്തെ ആള്. ഇവനോട് ദേഷ്യമുള്ളവനാണ്, ആ സഫിന്റെ മൂലയിലുള്ള. ഇനി ഒരാൾക്ക് ഓന്റെ അടുത്ത് നിൽക്കാൻ സാധ്യത. അപ്പൊ അവിടെ നിന്നാൽ ഇവന്റെ ഒതുമുറിയും. ഇവൻ അവിടെ നിന്നാല് ഭയങ്കര സംഗതിയാണ്. നിന്നാൽ ഇവൻ കൊറോണക്ക് നിന്ന പോലെയാ നിൽക്കുക. മറ്റവന്റെ ശരീരത്തിൽ മുട്ടാതെ നിൽക്കും. തോളോട് തോള് ചേർന്ന് മടമ്പപ്പിച്ചൊന്നും യോൻ കേട്ടിട്ടില്ല. കണ്ടോ? സഫിന്റെ ഇടയിൽ ഇവിടെ വിട്ടിട്ട് കുറച്ച് ഡിസ്റ്റൻഷൻ വിട്ടിട്ടായി ഒന്ന് നിൽക്കുക. എന്താ കാരണം? മറ്റവന്റെ തോളത്ത് മുട്ടിപ്പോകണ്ട. എന്നിട്ട് പറയുന്ന എന്താ അറിയോ? സുബ്ഹാനല്ലാഹ്, വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാ വല്ലർള സഖറനി ഹനീഫൻ മുസ്ലിമാ ഇന്ന സ്വലാത്തി വനുസുകി സുമ്മാ മഹ്യായ വമമാതി ലക്കല്ലാഹുമ്മാ. നമ്മളെ മക്കൾക്ക് ഒരു ഡൗട്ട് വേണ്ട, ഉസ്താദെ വജ്ജത്തും അങ്ങനെയല്ലല്ലോ നമ്മൾ പഠിച്ചത്. പാട്ട് പാട്, നിസ്കരിക്കാൻ കൈയ്യട്ടി പാട്, പാട്ട് പാടല അങ്ങനെ തോന്നണ്ട. ഞാനത് ബൈത്താക്കി ചൊല്ലിയതാ, മഹാന്മാര് ചൊല്ലിയ ബൈത്ത്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറസ്സമാവാതി വല്ലർള ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് പറയുന്ന എന്താണ്? അല്ലാഹ്, എന്റെ വജ്ഹ് ആകാശഭൂമിയെ സൃഷ്ടിച്ച റബ്ബിന് ഞാൻ എന്നെ സമർപ്പിക്കുന്നു. അല്ലാഹ്, പരിപൂർണമായി നിനക്ക് വിധേയപ്പെട്ട്, ഹനീഫൻ മുസ്ലിമൻ, പരിപൂർണമായി നിനക്ക് വിധേയപ്പെട്ട് ഞാൻ ജീവിക്കുന്നതാണ്. നിന്റെ ദീനിലേക്ക് ഞാൻ ചെരിഞ്ഞവനാണ്. ഇന്ന സ്വലാത്തി വനുസുകി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ സ്വതക്ക, എന്റെ ഹജ്ജ്, എന്റെ ഉംറ, എന്റെ സിയാറത്ത്, എന്റെ സ്വലാത്ത്, എന്റെ വഅദ്, എന്റെ സംഘാടനം, എന്റെ പള്ളി, എന്റെ ദർസ്, എന്റെ പഠനം, എന്റെ യാത്ര, ഞാൻ ബന്ധപ്പെടുന്ന മേഖലകൾ ഏതൊക്കെയുണ്ടോ അല്ലാഹ്, വമഹ്യായ വമമാതി, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ. സർവലോക സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും സർവഗുണ സമ്പൂർണനുമായ അജയ്യനും പ്രതാപശാലിയുമായ അല്ലാഹു അല്ലാഹ്, ആ റബ്ബിന് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് എന്നാണ് ഇവൻ പറഞ്ഞത്. പക്ഷെ അടുത്തുള്ളവനെ മുട്ടാതിരിക്കാൻ അപ്പോഴും അവന് ശ്രദ്ധിക്കുന്നുണ്ട്. എന്റെ റബ്ബ് പറഞ്ഞനുസരിച്ച് ജീവിക്കൂന്നാ പറഞ്ഞത്. എന്റെ നിസ്കാരം, എന്റെ നോമ്പ്, എന്റെ മരണം വരെ നിന്റെ പൊരുത്തത്തിലാന്നാ പറഞ്ഞത്. പക്ഷെ റബ്ബ് പറഞ്ഞത് ഐക്യത്തിനാണ്. റബ്ബ് പറഞ്ഞത് തോളോട് തോള് ചേർന്നു നിൽക്കാനാണ്. കൽബും അടുക്കാനാണ്. മനുഷ്യർക്കൊപ്പം ചേർന്നു നിൽക്കാനാണ് അള്ളാഹുവിന്റെ കൽപ്പനയുള്ളത്. ഒരേ സഫിൽ നിസ്കരിക്കുന്നവന്റെ കൽബടുക്കുന്നില്ല. ഒരേ സഫിൽ നിൽക്കുന്നവൻ ശരീരം മുട്ടാതിരിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മുശാഹിന് 3 ദിവസത്തിലേറെ മോമിനായ കൂട്ടുകാരനോട് മിണ്ടാത്തവന് ലൈലത്തുൽ ബറാഅത്തിന്റെ ബഹുമാനം ലഭിക്കൂല. റബ്ബിന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടൂല. മുഹമ്മദുർ റസൂലുള്ളാഹ്. പെണങ്ങല്ലേ, ഒരാളോടും മിണ്ടാതിരിക്കല്ലേ, ആരോടും വഴക്ക് കൂടല്ലേ. എപ്പോഴും നിങ്ങൾ പുഞ്ചിരിച്ച് ജീവിക്കൂ. ആയുസ്സിന് വർധനവുണ്ടാകും. എപ്പോഴും കൽബ് ഫ്രീ ആക്കൂ. വെറുതെ ടെൻഷൻ അടിച്ച് നടക്കല്ലേ. നിങ്ങൾ ടെൻഷൻ അടിച്ചാലും അടിച്ചിട്ടില്ലെങ്കിൽ നടക്കേണ്ടത് എന്തായാലും നടക്കും. പിന്നെ ടെൻഷൻ എന്തിനാണ്? കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ചുകൂടി അവർക്ക് അധികാരമുണ്ട്, സ്വാധീനമുണ്ട്, ആൾബലമുണ്ട്, ആയുധബലമുണ്ട്, അവർക്ക് ഭരണ സംവിധാനങ്ങളുണ്ട്, അധികാര കേന്ദ്രങ്ങളുടെ സപ്പോർട്ടുണ്ട്, സാമ്പത്തിക സ്രോതസ്സുകളുണ്ട്. നമുക്കാണെങ്കിൽ ഒന്നുമില്ല. നമ്മളെ എതിർക്കാൻ ലോകത്തുള്ള മുഴുവൻ വൻകിട ശക്തികളും ഒരുമിച്ച് വന്നാലും കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ
പറയൂ നബിയേ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹ് നിശ്ചയിക്കാത്ത തീർച്ചയായും നമുക്ക് വരൂല. അള്ളാന്റെ ഖളായിൽ ഉണ്ടെങ്കിലേ നമുക്കത് പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. ഹുവ മൗലാനാ, അവനാണ് രക്ഷിതാവ്, റബ്ബാണ് സഹായിക്കുന്നവൻ, അവനാണ് മൗലാ. ആ ബോധമുള്ളവനോട് അതാ നിസ്കാര ശേഷം സലാം വീട്ടിയ ഉടനെ സ്വന്തം ശരീരം കേൾക്കുന്ന നിലക്ക് ചൊല്ലേണ്ട ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത് വലാ മുഅതിയ ലിമാ മനഅത് വലാ റാദ്ദ ലിമാ ഖളൈത്. മൈക്ക് കെട്ടിച്ചെല്ലണം ദിക്റല്ലാതെ. ദിക്ർ ഹൽക്കയിൽ നമ്മൾ ഇത് കേൾക്കാറില്ല. സലാം വീട്ടിയിട്ട് സ്വന്തം ശരീരത്തെ കേൾപ്പിക്കുന്ന നിലക്ക് റബ്ബിനോട് വിളിച്ചിട്ട് പറയാണ്. അത് ശരീരത്തെ ബോധ്യപ്പെടുത്താനാണ്, തുമഅനീനത്ത് വർദ്ധിപ്പിക്കാനാണ്, ഈമാൻ ഏറാനാണ്. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത്, നീ നൽകുന്നതിനെ തടയുന്ന ഒരുത്തനുമില്ല അല്ലാഹ്. വലാ മുഅതിയ ലിമാ മനഅത്, നീ തടഞ്ഞതിനെ തരുന്ന ഒരു അധികാര കേന്ദ്രവുമില്ല അല്ലാഹ്. നിന്റെ വിധിയെ മറികടക്കുന്ന ഒരു അധികാര കേന്ദ്രവുമില്ല. റബ്ബ് കണക്കാക്കിയതല്ലാത്ത ജീവിതത്തിൽ വരൂല. പിന്നെന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? പിന്നെന്തിനാണ് ഷുഗർ കൂട്ടുന്നത്? പിന്നെന്തിനാണ് പ്രഷർ കയറുന്നത്? പെണ്ണുങ്ങൾ ആശുപത്രി കൊണ്ടുപോയി നോക്കുമ്പോ ഡോക്ടർ പറയുന്നു, ഇവർക്ക് എന്താ ടെൻഷൻ? ഒരു ടെൻഷനും ഇല്ല, വെറുതെ ടെൻഷൻ അടിക്കുകയാണ്. ടെൻഷൻ ഇല്ല എന്നുള്ളതാണ് ടെൻഷൻ. മക്കളെ കെട്ടിച്ചില്ലേ? കെട്ടിച്ചു. മക്കളല്ലേടെ ഒരു ദുബൈയിലുണ്ട്, കുറെ ആൾ കാടുണ്ട്, നാട്ടിൽ. ഇപ്പൊ പെണ്ണുങ്ങൾക്ക് ഒരു പണിയുമില്ല, പെർക്ക് വെറുതെ ഇരിക്കുക സുബഹാനല്ലാഹ് കൂടെ. എന്നിട്ട് വെറുതെ ടെൻഷൻ അടിക്കുന്നു, പെർക്കുന്ന ടെൻഷൻ അടിക്കുന്നു. ഡോക്ടർ പറഞ്ഞു, ഇയാൾക്ക് ടെൻഷനാണ്, പെണ്ണുങ്ങൾക്ക് ടെൻഷനാണ്. ഈ കേട്ട വകയിൽ കൊണ്ടേ മാപ്പിളക്കും ടെൻഷൻ, രണ്ടാക്കും ഷുഗർ, രണ്ടാക്കും പ്രഷർ. സുബ്ഹാന ജല്ല ജലാൽ. ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ. അല്ലാഹുവിൽ തവക്കുൽ ചെയ്യൂ, റബ്ബിൽ പ്രതീക്ഷ അർപ്പിക്കൂ, ടെൻഷൻ മാറ്റൂ. നമ്മൾ എത്ര ടെൻഷൻ അടിച്ചാലും അള്ളാഹ് കണക്കാക്കി നടക്കും. നമുക്കൊരു ടെൻഷനും ഇല്ലേ, അള്ളാഹ് കണക്കാക്കി സംഭവിക്കും. അതുകൊണ്ട് ടെൻഷൻ വേണ്ട, സങ്കടം വേണ്ട, കൂടുതൽ കൂടുതൽ ചിന്തിച്ചിട്ട് തല കൊണ്ടാക്കേണ്ടതില്ല. റബ്ബ് തീരുമാനിച്ചതേ ലോകത്ത് നടക്കുള്ളൂ സുഹൃത്തുക്കളെ. അതുകൊണ്ട് കൽബ് നന്നാക്കേണ്ടതുണ്ട്, മനസ്സൊന്ന് പാകപ്പെടുത്തേണ്ടതുണ്ട്. നന്നാകാൻ വേണ്ടി സമയം കാത്തു നിൽക്കരുത്. റമളാൻ മാസം വരല്ലേ ഉസ്താദെ, അപ്പോഴത്തേക്ക് നോക്കിയാ പോരെ എന്ന് ചിന്തിക്കരുത്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. എന്റെ കൂടെ ദർസിൽ തഫ്സീർ മിഷ്കാത്തൊക്കെ ഞങ്ങൾ ഉസ്താദ് ശൈഖുന കടാച്ചർ ഉസ്താദ് കണ്ണൂക്കാരനാണ് ഹഫിളഹുല്ലാഹ്. ഉസ്താദിന്റെ കൂടെ ദർസിൽ ഞങ്ങൾ ശരീക്കായി ഓതിയ ഒരു സുഹൃത്തുണ്ടായിരുന്നു. കാഞ്ഞങ്ങാട് സോൺ SSFന്റെ ജനറൽ സെക്രട്ടറി ആയി വർക്ക് ചെയ്ത കൂട്ടുകാരനാണ്. അദ്ദേഹം കഴിഞ്ഞ 2 ദിവസം മുൻപ് പെട്ടെന്ന് മരണപ്പെട്ടു പോയി. ഹൈദർ പാണത്തൂര്. അല്ലാഹുവേ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ചെറുപ്പക്കാരിയായ ഭാര്യയും ചെറിയ മക്കളുമുണ്ട്, നീ അവരെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ റബ്ബേ. കൊടക് ജില്ലയില് ഞാൻ 2 ദിവസം മുൻപ് ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദ് ഹഫിളഹുല്ലാഹ് ഉസ്താദിന്റെ നാട്ടിന്റെ അടുത്ത് കോട്ടക്കല് വാതിന് വന്നിരുന്നു. ഉസ്താദ് തൊട്ടടുത്ത മഹല്ലാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത്, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, അല്ലാഹു സന്തോഷം നൽകട്ടെ. അവിടെ വന്നപ്പോ അവരെന്നോട് പറഞ്ഞു, ഉസ്താദേ കഴിഞ്ഞ വർഷം ഈ പരിപാടിക്ക് വന്നയാള് ഹാഫിൾ മസ്ഊദ് സഖാഫി ഉസ്താദാണ്. അല്ലാഹുവേ റഹ്മത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഖബറിൽ കിടന്നിട്ട് വാളു പറയാൻ അല്ലാഹു ഭാഗ്യം കൊടുത്ത മഹാനാണ്. ഖബറിന്റെ ഉള്ളിൽ കിടന്നിട്ട് ദഅവത്ത് നടത്താണ്. മൂപ്പര് ഖബറിന്ന് വാളു പറയുന്ന അർത്ഥത്തിൽ പറഞ്ഞതല്ല, ആലങ്കാരികമായി പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട മസ്ഊദ് സഖാഫി ഖബറിലാണെങ്കിലും നമ്മുടെ പെണ്ണുങ്ങളും ചെറുപ്പക്കാരൊക്കെ മൂപ്പരെ വാള് കേൾക്കുന്നുണ്ട്. നല്ല ഇൽമുള്ള, നല്ല തഹ്ഖീഖുള്ള, നല്ല മൗലാർ, നല്ല ഉസ്താദായിരുന്നു, നല്ല നന്നായി സംസാരിക്കുന്ന ആളാണ്. സുഹൃത്തുക്കളെ, ഒരാഴ്ച മുൻപ് അരീക്കോട് ചെറുപ്പാലം എന്ന സ്ഥലത്ത് വഹദിന് പോയപ്പോ ഈ കഴിച്ചെന്നെ 4-5 ദിവസം മുൻപ് പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദെ 14 കൊല്ലം ഹാഫിൾ മസ്ഊദ് സഖാഫി ഉസ്താദ് ദർസ് നടത്തിയ സ്ഥലമാണിത്. അല്ലാഹുവേ റഹ്മത്ത് ചെയ്ത് കൊടുക്കണേ അല്ലാഹ്. നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട കോട്ടൂർ ഉസ്താദിന് കുറെ വർഷം ഖിദ്മത്ത് ചെയ്ത ഒരു ഫാളിലി, മുഹമ്മദ് അലി ഫാളിലി കാമിൽ സഖാഫി, നിങ്ങൾ ഫോട്ടോ ഒക്കെ കണ്ടിട്ടുണ്ടാകും. ചെറുപ്പക്കാരനായ ആലിമാണ്, മുദർരിസാണ്. അദ്ദേഹത്തിന്റെ ദർസ് വാർഷികം ഈ ഫെബ്രുവരിയിൽ തീരുമാനിച്ചിട്ട് അതിന്റെ ഫ്ലക്സുകൾ പല സ്ഥലത്തും കെട്ടിയിട്ടുണ്ട്. ഈ പോസ്റ്ററുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമായി കറങ്ങുന്നുണ്ട്. 2 ദിവസം മുൻപ് ളുഹുർ
നിസ്കാരം കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നതാണ്. റബ്ബിന്റെ റഹ്മത്തിലേക്ക് യാത്രയായി പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ. അത് പൂന്താനം നമ്പൂതിരിന്റെ വരിയാണ്. മോനെ, പെട്ടെന്നാണ് മനുഷ്യന്മാര് പോകുന്നത്, പെട്ടെന്നാണ് മനുഷ്യന്മാർ അപകടത്തിൽപ്പെടുന്നത്, പെട്ടെന്നാണ് മനുഷ്യന്മാര് തുറന്നു പോകുന്നത്. ഞാനിപ്പോൾ ഈ സംസാരിക്കാൻ ഉപയോഗിക്കുന്ന എന്റെ ഈ ഐപാഡ് അതെന്റെ അബൂദാബിയിലുള്ള എന്റെ ഒരു സ്നേഹിതൻ വാങ്ങിത്തന്നതാണ്. അല്ലാഹുവേ, നീ അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും റഹ്മത്തും സന്തോഷവും നൽകണേ അല്ലാഹ്. ഉസ്താദ് വഅദ് പറയുമ്പോൾ ഉപയോഗിച്ചാൽ ഞാൻ കൂലി കിട്ടുമല്ലോ എന്നുള്ള എനിക്ക് വാങ്ങിത്തന്നതാണ്. അദ്ദേഹത്തിന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഭാര്യന്റെ ഉപ്പയുണ്ട് അഹമ്മദ്. അല്ലാഹു തആല സന്തോഷം കൊടുക്കട്ടെ, ആഖിർ ജീവിതം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. മുസ്ലിം ജമാഅത്തിൽ സജീവ പ്രവർത്തകനാണ്. വഅദെല്ലാം കേട്ടിട്ട് എപ്പോഴും ഉറങ്ങില്ല, സ്വലാത്തെല്ലാം ചൊല്ലി ഉറങ്ങുന്ന ആളാ. എന്നോട് പലപ്പോഴും പറയും, ഉസ്താദ് നിങ്ങൾ മദ്ഹു റസൂൽ വഅദ് കേട്ടിട്ടാണ് ഉറങ്ങാറുള്ളത്. അല്ലാഹുവേ, നബിന്റെ ജിബാറിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. ഒരു ദിവസം രാത്രി അതെല്ലാം കയറ്റി സ്വലാത്തെല്ലാം ചൊല്ലി ഭാര്യ ഉറങ്ങിയതാ, ഒന്നിച്ച് കടന്നുറങ്ങിയതാ. തഹജ്ജുദിന് എണീക്കുന്ന കുടുംബമാണ്. ഭാര്യ വന്നിട്ട് ഭർത്താവിനെ രാത്രി വിളിച്ചിട്ട് പാതിരാക്ക് വിളിച്ചു. സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കുന്നില്ല. ഇപ്പൊ ക്ഷീണം കൊണ്ട് ഉറങ്ങായിരിക്കും. ഇനി വാങ്ങ് കൊടുത്തിട്ട് വിളിക്കാന്ന് കരുതിയിട്ട് പെണ്ണുങ്ങൾ വുളൂ ചെയ്തിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് നിസ്കരിച്ചു. അടുത്ത പള്ളിയിൽ നിന്ന് വാങ്ങ് കൊടുത്ത് പോയി വിളിച്ചു. അപ്പോഴും അനങ്ങുന്നില്ല. അപ്പൊ പിന്നെ പേടിയായി. മക്കള് വന്നിട്ട് വിളിച്ചു. ഉപ്പാന്ന് വിളിച്ചിട്ട് കരഞ്ഞു. അനക്കമില്ല. ഊട്ടക്കരച്ചിലായി. അയൽവാസികൾ അറിഞ്ഞു. 4-5 വീടപ്പുറം ഒരു ഡോക്ടറുണ്ട്. അയാൾ അയൽവാസിയാണ്. അദ്ദേഹം ഇത് കേട്ടപ്പോൾ ഓടി വന്നു. പരിശോധിച്ചിട്ട് പറയുന്ന, അഹമ്മദ് ക നേരത്തെ പോയി കേട്ടോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പാതിരാ സമയത്ത് റൂഹ് പിടിക്കാൻ വന്ന മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം ഭർത്താവിന്റെ റൂഹും കൊണ്ടുപോയത് ശരീരത്തോട് മുട്ടിക്കിടക്കുന്ന ഭാര്യ, ഒരേ ബെഡിൽ കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടില്ല. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതഉൽ ഗുറൂർ. ഇതൊരു ചതിവിന്റെ ലോകമാണ്, ഇതൊരു വഞ്ചനയുടെ ലോകമാണ്. സുബ്ഹാന ജല്ല ജലാലു. ഖൽബ് ശുദ്ധിയാക്കൂ മോമിനെ. ഒരാൾ നല്ല കൊട്ടാരം പോലുള്ള വീടുണ്ടാക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അടിപൊളി വീടുണ്ടാക്കുകയാണ്. ആ വീടിന്റെ ഉദ്ഘാടനത്തിന് തങ്ങന്മാർ, ഉസ്താദുമാർ, അവന്റെ സുഹൃത്തുക്കളൊക്കെ വരികയാണ്. സുബ്ഹാനല്ലാഹ്. 2 ചെറിയ മക്കളുണ്ട്, യുവതിയായ ഭാര്യയുണ്ട്. അടിച്ചു പൊളി കുടുംബമായിട്ട് കോടികൾ കെട്ടിണ്ടാക്കിയ വീടാണ്. കൂട്ടുകാരുടെ കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്നൊരു കൂച്ചൽ, ഒരു പിടുത്തം. ആശുപത്രിയിൽ വഴിയേക്ക് ആള് മരിച്ചുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യിത്ത് കൊണ്ടുപോയി അന്ന് വൈകുന്നേരം തന്നെ പള്ളിക്കാട്ടിൽ അടക്കുകയാണ്. പുതിയ വീട് ദുനിയാവിൽ ഉദ്ഘാടനം ചെയ്ത അതേ ദിവസം മഗ്‌രിബിന് മുമ്പ് തന്നെ ആഖിറത്തിലെ 1ാമത്തെ വീടിന്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ആളുകൾ മണ്ണ് വാരിയിട്ട് ഈ പുതിയ വീട്ടിലേക്ക് സന്തോഷത്തോടെ വന്ന ആളുകൾ സങ്കടത്തോടെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. പുതിയ വീട്ടിന്റെ സന്തോഷം, പുതിയ വീട്ടിലുള്ള പുതിയ വീട്ടിലെ താമസക്കാരൻ ആശംസ വാക്ക് പറഞ്ഞിട്ട് സമ്മാനത്തിന്റെ പെരുമഴയാണ്. അലൈസ ഗദൻ മസ്വിറുക ജൗഫ ഖബ്രി വയതുറു ബഹാദാ ثم هذا. ഖലീഫയായിരുന്ന ഹാറൂൺ റഷീദ് രാജാവ് ഹാറൂൺ റഷീദ് രാജാവ് പട്ടാള സമേതം അങ്ങനെ പോവുകയാണ്. ഒട്ടകക്കട്ടിൽ രാജാവുണ്ട്. പെട്ടെന്നാണ് രാജാവ് ഒരു വിളി കേൾക്കുന്നത്. യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ, യാ അമീറുൽ മുഅ്മിനീൻ. ഒട്ടകക്കട്ടിലിന്റെ കർട്ടൻ മാറ്റിയിട്ട് രാജാവ് ഖലീഫ താഴോട്ട് നോക്കുമ്പോൾ വേസ്റ്റ് കൊണ്ടുപോയിടുന്നൊരു സ്ഥലമുണ്ട് റോഡ് സൈഡില്. അവിടെ ഉണ്ട് തീക്കുള്ളി പോലുള്ള ഒരു ഭ്രാന്തന്റെ കോലത്തിലുള്ള ഒരാള്. ബുഖ്ലൂലുൽ മജ്നൂൻ എന്നാ വിളിക്കല്. ആ മഹാനാണ് വിളിക്കുന്നതല്ല രാജാവേ, രാജാവേ, രാജാവേ. ബഹുമാനപ്പെട്ട ഹാറൂൺ റഷീദ് രാജാവ് നല്ല തസവ്വുഫുള്ള ആള് തന്നെയാണ്.
രാജാവ് പറയുന്നു ലബ്ബൈക യാ ബഖ്ലൂൽ. വിളിച്ചോ, എന്തിനാ വിളിച്ചത്? കുറെ വിശാലമായ ചരിത്രമാണ്. രാജാവിനോട് ഖലീഫ ഈ ബഹുമാനപ്പെട്ട ബഖ്ലൂൽ മജ്നൂൻ തങ്ങൾ കുറെ കാര്യങ്ങൾ പറയാണ്. എന്നിട്ട് പറയും, നല്ല രാജാവേ, ഇതെന്തൊരു പത്രാസാണ്, ഇതെന്തൊരു പവറാണ്. ജനങ്ങളൊക്കെ നിങ്ങളെ കീഴിൽ അല്ലാഹു തആല ഒരുക്കി തന്നു അല്ലേ, നിങ്ങൾക്ക് ഭരിക്കാൻ അല്ലാഹു അധികാരം തന്നു അല്ലേ. പക്ഷേ ഈ കിബർ എന്തിനാണ്? അലൈസ ഗദൻ മസിറുക ജൗഫ ഖബരി. എത്ര പത്രാസോടെ പോയാലും നാളെ നിങ്ങൾ മരിക്കൂലേ? മരിച്ചാൽ നിങ്ങൾ പോകേണ്ടത് ഖബറിന്റെ ഉള്ളിലേക്കല്ലേ. രാജാവിന് കൊട്ടാരം കെട്ടിക്കൊടുക്കുവോ? രാജാവിനെ ഇതാ റോഡ് സൈഡിൽ വലിയ ചുറ്റുകൊട്ടാരത്തിന്റെ ഉള്ളിൽ വെക്കുവോ? നിങ്ങളും പോയി കിടക്കേണ്ടത് ഖബറിലേക്കല്ലയോ? ഒരാള് മണ്ണ് വാരിയിടുന്നു, രണ്ട് കൈ കൊണ്ടും നിറച്ച് മണ്ണ് വാരിയിടുന്നു. അപ്പൊ ആളുകൾ പറയുന്നു, മണ്ണിട്ടയാൾ അങ്ങോട്ട് പോകും, ഇടാത്ത ആൾ ഇങ്ങോട്ട് വരൂ. രാജാവിനും മണ്ണ് തന്നെ. ഈ കൊടുക്കുന്ന ഈ പ്രസന്റേഷൻ ഇല്ലയോ, ഈ കൊടുക്കുന്ന പുതിയ വീട്ടിലേക്ക് കയറുമ്പോ കൊടുക്കുന്ന സമ്മാനങ്ങളില്ലയോ, ഒരൊറ്റ നിറമാണ്, ഒരൊറ്റ മണമാണ്. ആശംസാവാചകങ്ങൾ ഒന്ന് തന്നെയാ. മോനെ, ഈ മണ്ണിന്റെ ഉള്ളിലാണ് പോയി കിടക്കേണ്ടത്. അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ, നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ നാട് കാളാട്, ഈ നാട്ടിനും പരിസരത്തും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ചില ആളുകളുണ്ട്, ഖബറിന്റെ അടുക്കലേക്ക് പോയി നോക്കുമ്പോ ആ ഖബർ നോക്കിയിട്ട് ആള് പറയാണ്, മൂപ്പര ആരാന്നറിയോ? ഈ നാട് മുഴുവനും മൂപ്പര കയ്യിലേനു. മൂപ്പരൊരു വിഷയത്തിൽ ഇടപെട്ടാൽ പ്രതിപക്ഷ ആളുണ്ടാവില്ല, പ്രതിപക്ഷത്തിൽ ആളുണ്ടാവില്ല. മൂപ്പരോട് എന്താന്ന് വെച്ചാല് ഒന്നും മറുപടി പറയില്ല. ആൾ അത്ര പേടിയും അധികാരവും സ്വാധീനവും ആനയും എല്ലാം. എത്ര വലിയ മുതലാളിയാണ്, എത്ര വലിയ പറക്കുന്ന ആളാണ്. അയാളൊന്ന് പേടിപ്പിച്ചാൽ, കണ്ണുരുട്ടിയാൽ ആളുകൾ മൂത്രമൊഴിച്ചു പോകും, അത്ര പേടിയാണ്. അവരെത്ര കീർത്തി ലഭിച്ച വീരന്മാരാ, നേരിട്ട് നിന്നവരോട് മിണ്ടാനാരാ. ഒരൊറ്റ മനുഷ്യൻ നേരിട്ട് എടാന്ന് ചോദിച്ചാൽ ഞാനാന്ന് പറയാൻ ആളുണ്ടാകൂല. അത്ര പത്രാസുള്ള മനുഷ്യരല്ലേ. ഖബറിന്റെ മേലെ പുല്ലെല്ലാം മുളച്ചിട്ട് പശുക്കൾ വന്നിട്ട് ഇത് തിന്നിട്ട് ആ പശു അക്കബറിന്റെ മേലെ കാട്ടിച്ചിട്ട് പോകുന്നത് കാണുന്നില്ലയോ? ഇത്ര ബലഹീനനായ മനുഷ്യൻ, ഖുലിഖൽ ഇൻസാനു ദഈഫാ, പരമബലഹീനനായ മനുഷ്യൻ എന്തിനാണ് കിബർ കളിക്കുന്നത്? കിബർ കളിക്കാൻ അധികാരമുള്ളവൻ ഒരാളേ ഉള്ളൂ. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു ആലിമുൽ ഗൈബി വശ്ശഹാദതി ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലികുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. കിബ്റിന് പവറിന് അധികാരമുള്ളവൻ ഒറ്റൊരുത്തൻ മാത്രം, അല്ലാഹു ജല്ല ജലാലുഹു. ബാക്കിയാർക്കും കിബ്ർ കളിക്കാൻ പറ്റൂല. കിബ്ർ കളിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ ഏറ്റവും വലിയ താഴ്മയിലാണ് ജീവിച്ചത്. തങ്ങളെ ഏറ്റവും താഴ്ന്നിട്ടാണ് ജീവിച്ചത്. മിസ്കീനായിട്ടാണ് ജീവിതം. മിസ്കീന്മാരോടൊപ്പമാണ് ജീവിതം. പാവപ്പെട്ടവന്റെ കൂടെയാണ് ജീവിതം. പാവപ്പെട്ടവനായിട്ടാണ് ജീവിതം. കിബർ കളിക്കണമെങ്കിൽ അവിടെയല്ലേ കിബർ കാണിക്കേണ്ടത്? ആ മുത്തൊളി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിബർ കളിച്ചിട്ടില്ല. അതുകൊണ്ട് കിബർ കളിക്കല്ലേ, അഹങ്കാരികളാകല്ലേ, ആരോടും ദേഷ്യം വെച്ച് പുലർത്തല്ലേ, ആരോടും വാശിക്ക് നിൽക്കല്ലേ, ഒരാളോടും കൽബിൽ പകവെക്കല്ലേ. നല്ല സലീമായ കൽബോടെ യൗമലയം ഫുമാലും വനബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. നല്ല സലീമായ കൽബ് വേണം. അല്ലാഹു നന്നാക്കി തരട്ടെ. നമുക്ക് നാല് കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ.
അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മോനെ, ദുനിയാവിന്റെ ചെറിയ ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടി വാശി കൂടരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നതുകൊണ്ട് നന്മയെ സഹകരിച്ച് നന്മയുടെ കൂടെ കൂടിയിട്ട് ഖൈറിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിക്കാനുള്ള ശ്രദ്ധയാണ് വേണ്ടത്. ഏറ്റവും നല്ല സ്വഭാവം ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കണം. കുടുംബത്തോടും വേണം, നാട്ടുകാരോടും വേണം. പിന്നെയോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ദുനിയാവിൽ എത്രേ ആളുകൾക്ക് ഖുർആനും ഓതാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്, നിസ്കരിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്. നിസ്കരിക്കാൻ നിൽക്കുന്ന സമയത്ത് ശരിക്കും ഒരൊറ്റ റക്അത്ത് നിസ്കാരം അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് നിസ്കരിക്കുന്ന സമയത്ത്, കൈകെട്ടുന്ന സമയത്ത് ഇഖ്ലാസോടെ തഖ്വയോടെ കൈകെട്ടിയിട്ട് ഒരു 2 റക്അത്ത് നിസ്കരിക്കാൻ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? അല്ലാഹു നമ്മുടെ ഈമാൻ ബലപ്പെടുത്തി തരട്ടെ. നോക്കിങ്ങള്, നമ്മൾ ഇരിക്കണ ഈ കസേരയില്ലേ, ഈ കസേരക്ക് ഒരു കസേരക്ക് ഒരു 500 രൂപ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കസേരന്റെ കോലം കാണുമ്പോൾ ഒരു 100 കസേര വാങ്ങിയാലോ 400 രൂപ കിട്ടും. അത്രേ വിലയുള്ളൂ ആ കസേരക്ക്. കസേരനെ മോശാക്കാൻ പറഞ്ഞതല്ലേ ഞാൻ. പക്ഷെ ആ കസേരന്റെ മുകളിൽ ഇരിക്കണ നമ്മളുണ്ടല്ലോ, നമ്മൾ ഒരു കിഡ്നി 50 ലക്ഷം കൊടുത്താൽ നിങ്ങൾ കൊടുക്കൂല. ആണ്ടോ? എന്നിട്ട് നമ്മൾ പറയാണ് അള്ളാഹ് നമുക്കൊന്നും തന്നില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 2 കിഡ്നി 1 കോടിന്റെ മുതല. ചുരുങ്ങിയതാ ഞാൻ പറഞ്ഞത്. പടന്നാന്ന് പറഞ്ഞ സ്ഥലമുണ്ട് നമ്മളെ ഓണക്കാട് സൈദി, ആ ഭാഗത്തൊക്കെ സൈദി ഉസ്താദ് വാദനൊക്കെ വരുന്ന ആളാണ്. അപ്പൊ അദ്ദേഹത്തിന് പരിചയം ഉണ്ടാവും. പടന്നാന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നമ്മുടെ സുന്നി സെന്ററിൽ ജുമാ തുടങ്ങി. അപ്പൊ എന്നോട് പറഞ്ഞു, 2ാമത്തെ 3ാമത്തെ വെള്ളിയാഴ്ച എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങൾ വന്നിട്ടൊരു ഖുത്ബ ഓതി വാദ് പറയണം. അങ്ങനെ ഞാൻ അവിടെ പോയി. അടുത്ത വീട്ടിൽ ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്, ആ വീട്ടിലേക്ക് പോയി. ഭക്ഷണം ഇങ്ങനെ ഓരിയിട്ട് തരുമ്പോൾ നല്ലൊരു ഹൈറ്റും വെയിറ്റുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ ഇതെല്ലാം നിന്നിട്ട് ഇങ്ങനെ മാറി നിൽക്കണം. ഇട്ട് വരുന്നുണ്ട്, പക്ഷെ ഇരുന്നത് കഴിക്കണം ഇരിക്കുന്നില്ല. അപ്പൊ ഒരു അതിഥിയെ സംബന്ധിച്ചിടത്തോളം വീട്ടുകാരൻ ഇരിക്കണമെന്ന് പറയേണ്ടില്ല. അവിടെ പൂച്ചക്ക് വരെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല, അതാണ് മസാല. പക്ഷെ എന്നാലും നമ്മളിങ്ങനെ സാധാരണഗതി ചോദിക്കൂലേ, നിങ്ങളെ ഇരിക്കണില്ലേ എന്ന് ചോദിക്കൂലേ, ഒരു മര്യാദക്കൊരു ചോദ്യം. അങ്ങനെ ആ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ ഇരിക്കണില്ല, എനിക്കിത് പറ്റൂല എന്ന്. അപ്പൊ എന്റെ അടുത്തുള്ള ആള് പറഞ്ഞു, ഉസ്താദ് ഇവനിതൊന്നും കഴിക്കാൻ പറ്റൂല, ഓനെ ക്ഷണിക്കണ്ടെന്ന്. അപ്പൊ എനിക്ക് ആ സംസാരത്തിൽ ഒരു ചെറിയൊരു വശപ്പശക്ക് തോന്നിയപ്പോ ഞാൻ ചോദിച്ചു എന്തേ. അപ്പൊ എന്റെ കാതിൽ മെല്ലെ പറയാണ്, അവനിപ്പൊ പെരിയാരത്തുനിന്ന് ഡയാലിസിസ് കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. സുബ്ഹാനല്ലാഹ്. അവിടെ ഒരു ക്ലബ് ഉണ്ട്, ഷൂട്ടേഴ്സ് ഫുട്ബോൾ ക്ലബ്. അതിന് നല്ല കളിക്കാരനാണ്. കളിയൊരു വലിയ ബഹുമാനായ സംഗതി പറഞ്ഞല്ല, അതേസമയത്ത് ആരോഗ്യമുള്ള നല്ല ചെറുപ്പക്കാരനാണ് എന്ന് പറയാൻ പറഞ്ഞത്. ഒന്നും കഴിക്കാൻ പറ്റൂല. 1-2 ഗ്ലാസ് വെള്ളേ ആകെ ഭക്ഷണമൊക്കെ അടക്കവന് പള്ളിയിലേക്ക് കയറാൻ പറ്റും. അവന് മൂത്രമൊഴിക്കാൻ പറ്റില്ല, വിയർക്കൂല. അള്ളാഹു നമുക്ക് മാരകമായ രോഗങ്ങളെ തൊട്ട് കാവല് നൽകട്ടെ. രോഗികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു അവർക്ക് സമാധാനവും എത്രയും പെട്ടെന്ന് ശിഫയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ അവരോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും പരിപാടികളൊക്കെ നടക്കുന്നുണ്ടോ? മാറ്റിവെക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. 60 ലക്ഷം രൂപ വേണോന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണെങ്കിൽ ഇരിക്കുന്ന ഈ 60 ലക്ഷം കൊടുത്തിട്ട് മാറ്റിവെച്ചാലും സാധാരണ മുമ്പുണ്ടായതുപോലെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുമോ? എത്ര കാലമെന്ന് ഗ്യാരണ്ടി ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒരുത്തന്റെ കിഡ്നിക്ക്, ഒരു കിഡ്നിക്ക് എത്ര ലക്ഷങ്ങളാണ് നിങ്ങൾ വിലയിടുന്നത്? അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഒരു കസേരന്റെ മേലെ ഇരിക്കുന്ന ഒരുത്തന്റെ കഥയാ ഞാൻ പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങളെ, ഒരു ചെറ്റപ്പുരയുണ്ട് നമ്മുടെ നാട്ടില്. ഒരു 2-3 സെന്റിലുള്ള ഒരു ചെറ്റപ്പുര. ആ വീട്ടിൽ അപ്പയും മക്കളും കൂടിയിട്ട് ഒരു 5 ആളുകളുണ്ട്. 5 ആളുണ്ട് ആ വീട്ടില്. ഓർക്ക് തോന്നാണ് ഒന്നും അല്ല തന്നിട്ടില്ല. തന്നിട്ടുണ്ട് മോനെ. കിഡ്നി വെക്കാനല്ല ഞാൻ പറഞ്ഞത്, പേര് പറയാൻ, ബഹുമാനം പറയാൻ വേണ്ടി പറഞ്ഞതാ. 5 ആള് കൂടിയിട്ട് 5-10 കോടിന്റെ സാധനം. അള്ളാഹു തന്നില്ല എന്ന് പറയരുത്. തന്നില്ല എന്ന് പറയാൻ ഉപയോഗിക്കുന്ന നാവില്ലേ, പലപ്പോഴും ഈ സ്ഥാപനത്തിനൊക്കെ ചിലപ്പോ പിരിവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി പലരെയും സമീപിക്കുമ്പോൾ നമ്മളെ മാനുപ്പാജിയെല്ലാം ഇടേണ്ട. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീനില്ല. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മളൊക്കെ വല്ലാതെ സ്നേഹിക്കുന്ന, സഹായിക്കുന്ന ആളാണ്, കൽബ് കൊണ്ട് സ്നേഹിക്കുന്ന ആളാണ്. അള്ളാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ.
ഇൻഷാ അല്ലാഹ് സയ്യിദ് അവർകൾ ഏതാനും നിമിഷങ്ങൾക്ക് അവിടെ എത്തും. തങ്ങൾ മന്ത്രിച്ച തേനുണ്ട്, അത് തങ്ങൾ മന്ത്രിച്ചതല്ലേ പറഞ്ഞ, തങ്ങളുടെ അടുത്ത് പോയി മന്ത്രിപ്പിച്ചാണ്. നിങ്ങൾ കഴിക്കണ്ട, തങ്ങൾ ഇവിടെ വരാണ്ടെങ്ങനെ മന്ത്രിച്ചത്, അവിടെ കൊണ്ടുപോയി മന്ത്രിപ്പിച്ചത്. അപ്പോ തങ്ങൾ വരുന്നതിന് മുമ്പ് ആ തങ്ങളുടെ തിരക്ക് നമുക്കറിയാലോ. അപ്പൊ അതുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ അത് സദസ്സിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. നല്ലൊരു സ്വതക്ക കൊടുത്തിട്ട് അത് വാങ്ങണം. അതിനൊരു വില നിശ്ചയിക്കുന്നില്ല, നല്ലൊരു സ്വതക്ക കൊടുക്കണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സഹോദരിമാരും എല്ലാവരും വാങ്ങണം ഇൻഷാ അല്ലാഹ്. ചുരുങ്ങിയതൊരു 313 കൊടുത്താൽ ഒരു സന്തോഷമാവും. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീനില്ല, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒക്കെ ആമീൻ പറയണം. ഞാൻ ഇന്നലെ മിനിയാന്ന് കണ്ണൂർ വാരം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ഒരു വാതിന് പോയി, സുന്നി സെന്റർ തഖ്വ മസ്ജിദ്. അവിടെ വാതിന് പോയപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ ടൈൽസ് ഈ മദ്രസിന്റെ 2 പണി മദ്രസ നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മേലത്തെ ടൈൽസിന്റെ പണി നടക്കണം. 3250 സ്ക്വയർ ഫീറ്റ് വേണം. ഒരു സ്ക്വയർ ഫീറ്റിന് 120. ഞാൻ ഇതെല്ലാം കൂടെ കണക്കൂട്ടുമ്പോൾ കുറെ വേണം. അപ്പൊ ഞാനത് വേഗം സ്ക്വയർ മീറ്റർ ആക്കി കൊടുത്തു. അപ്പൊ ഒരു 10-300 ഒതുങ്ങി. 1300 റുപ്യ ചോദിക്കാൻ എളുപ്പമല്ലോ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങള് ഒരു 10 സ്ക്വയർ മീറ്റർ ആരാ തരാന്ന് വെച്ചാൽ ഒരു 10,000 റുപ്യ ഒരാളെ ഏറ്റെടുത്തു. അൽഹംദുലില്ലാഹ്, അല്ലാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ആമീൻ പറയുന്നില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാന ഫീ ഔനി അഖീഹി. നമ്മൾ വേറൊരാൾക്ക് ദ്വാരക്കുമ്പോൾ നമ്മൾ ദ്വാരക്കാണ്ട് നമ്മളെ കാര്യം അല്ലാഹു ഏറ്റെടുക്കുന്ന ഈ പറഞ്ഞതിന്റെ സാധ്യം ആശയം. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞ് ഞാൻ ദ്വാരം നോക്കി. അപ്പൊ ഇനി അടുത്തൊരു 10 ആളെ കിട്ടണ്ടേ. ഇത് 10-300 സ്ക്വയർ മീറ്റർ ഉണ്ട്. മീറ്റർ ആക്കിയതാ, സ്പീറ്റ് കുറെ ഉണ്ട്. അപ്പൊ അവിടെ ഒരു ബുഖാരിയാണ് അവിടെ ഉസ്താദ് ദേവ കോളേജിൽ. അദ്ദേഹം എന്റെ ചെവിയിൽ വന്നിട്ട് പറഞ്ഞു, ഇപ്പൊ ഉസ്താദ് വന്ന് പറഞ്ഞത് അങ്ങനത്തെ ഒന്നല്ല കേട്ടോ. അദ്ദേഹം വന്നിട്ട് എന്റെ ചെവിയിൽ പറഞ്ഞു, ഉസ്താദെ ബാക്കിയുള്ളത് മുഴുവനും ഒരാള് ഏറ്റെടുത്തു എന്ന് പറഞ്ഞു. ഖൂലു തക്ബീർ. അയാളെ കൊടുത്ത് നമ്മളെന്തിനാ തക്ബീറിൽ നിന്ന്? ഇതൊരു ദിക്റല്ലേ, കൂലി കിട്ടൂലേ? അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഖൂലു തക്ബീർ. ആ സഹോദരൻ അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. 3 ലക്ഷം റുപ്യയിൽ മേലെ മുമ്പ് ഏറ്റെടുത്തത് ഒറ്റയടിക്ക്. അല്ലാഹു സന്തോഷം നൽകട്ടെ. അപ്പൊ ഞാനിത് പറഞ്ഞു കൂട്ടത്തിൽ തന്നെ ആദ്യം തന്നെ പറഞ്ഞു, ഇപ്പൊ ഈ സ്വർണത്തിന് ഭയങ്കര വിലയല്ലേ, ഭയങ്കര വിലയാ. സ്വർണത്തിന് നല്ല വിലയാ. ഇന്നലെ മാട്ടൂലിന്റെ അടുത്ത് തന്നെ വേദം. അപ്പൊ അവിടെ പള്ളിന്റെ പണി നടക്കുന്നത് പെണ്ണുങ്ങളോടും പറഞ്ഞതാണ്. ഇപ്പൊ നല്ല സുഖ. 1 ഗ്രാമിന്റെ എല്ലാം സ്വർണം കൊടുത്താൽ അൽഹംദുലില്ലാഹ് എന്താ ഒരു റാഹത്ത്. 2 പവനുണ്ട് ഹജ്ജിന് പോകാം. 2.5 പവനുണ്ടൊക്കെ സുഖമായിട്ട് ഹജ്ജിന് പോയിട്ട് വരാം. 25 പവൻ സ്വർണം പൊരക്ക് വെച്ചിട്ട് പെണ്ണുങ്ങൾ പറയാ ഹജ്ജിന് പോകാൻ തീരെ പൈസ ഇല്ല. കണ്ടോ, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നോക്കൂ നിങ്ങൾ. ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാം പൈസ. അപ്പൊ ഈ പൈസ ഒക്കെ മതിയായി. അവിടെ വാരത്ത് ഈ പറഞ്ഞ സംഗതി അവർ ഏറ്റെടുത്തല്ലോ. അപ്പൊ ദ്വാരക്കാൻ നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞ വകയിൽ ഒരു സ്വർണ്ണ മോതിരം ഒരു ഉമ്മ കൊടുത്തേക്കുന്നു. അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. സൗദിയിലെ ഖോബാർ, ദമാമിന്റെ അടുത്ത് ഖോബാർ എന്ന സ്ഥലമുണ്ട്. അവിടെ ICF-ന്റെ സജീവ പ്രവർത്തനായിരുന്നു മുഹമ്മദ് അലി ഹാജി ഉണ്ട്. പാപ്പിനിശ്ശേരിക്കാരനാണ്. നിങ്ങൾ അയാളെ വിളിച്ചു ചോദിച്ചു നോക്ക്. ഞാൻ പറഞ്ഞ ശരി തന്നെയാണ്. അദ്ദേഹത്തിന്റെ നാട്ടില് അദ്ദേഹത്തിന്റെ ഭാര്യ വീട് കണ്ണൂരിന് അങ്ങനെയാണ്. ഇവരുടെ നാട് വീടാണെങ്കിലും ഭാര്യ വീട്ടിലാണ് ആള് താമസം ഉണ്ടാകുക. അപ്പൊ ഭാരത്താണ് ഇവരുടെ സേവനം ഇപ്പോൾ ഉള്ളത്. ഞാൻ പറഞ്ഞത് നല്ല മനുഷ്യന്മാരുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ അതുകൊണ്ട് അതിന്റെ പൈസക്ക് ഇത് വിൽക്കുന്നതല്ല, നല്ല ഒരു സ്വതക്ക. അൽഹംദുലില്ലാഹ്. ഉപ്പക്ക് ആഫിയത്ത് കിട്ടാൻ, വല്യമ്മക്ക് മഗ്ഫിറത്ത് കിട്ടാൻ, ഉമ്മാക്ക് ആഫിയത്ത് കിട്ടാൻ ഒരു സഹോദരി, സ്വാലിഹായ മക്കൾ ഉണ്ടാകുന്ന ഒരു സഹോദരി മാഷാ അല്ലാഹ് സ്വർണം കൊടുത്തയച്ചിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത്. ഇതിപ്പോ ഞാൻ എന്റെ വേദോണ്ട് കിട്ടിയതല്ല കേട്ടോ. അത് നേരത്തെ ഒരു നല്ല സ്വാലിഹത്ത് ആയതുകൊണ്ട് കൊടുത്തയച്ചതാണ്. അല്ലാഹു നമുക്ക് ഓർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സന്തോഷം നൽകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ സ്വർണത്തിന് തേർന്നാല് ആണുങ്ങൾ ആമീൻ പറയില്ല. എന്തുകൊണ്ടെന്നറിയോ? മുമ്പൊരു പ്രസിഡന്റ് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ തേർന്നോ അല്ല ഉഷാറായി ചോദിച്ചോ, പെണ്ണുങ്ങളെല്ലാം സ്വതക്ക പൊന്നെല്ലാം തരുന്നു. ഉസ്താദ് ഉഷാറായിട്ട് ചോദിച്ചു. എല്ലാരും പൊന്ന് തരണം. 3.5 പവന്റെ മാലയാ വന്നത്. സുബ്ഹാനല്ലാഹ്. എത്ര പവന്റെ? 3.5 പവന്റെ മാല. പൊരക്കെത്തി നോക്കുമ്പോ പ്രസിഡന്റിന്റെ ഭാര്യയാ കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. അയാള് പെട്ട പെടല്. അയാള് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയെടുത്തത്? നാട്ടുകാരോട് കൊടുക്കാൻ പറഞ്ഞല്ലേ പ്രസിഡന്റിന്റെ. അപ്പൊ പെണ്ണുങ്ങൾ നല്ല ഈമാനുള്ള പെണ്ണുങ്ങളാ. പെണ്ണുങ്ങൾ പറഞ്ഞു, പ്രസിഡന്റിന്റെ ഭാര്യ കൊടുക്കണ്ട, നിങ്ങൾ അന്നേരം തന്നെ ഉസ്താദിന്റെ വീട്ടിൽ പറയണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. അപ്പൊ നല്ല നിങ്ങൾ ആമീൻ പറയാത്ത എനിക്ക് തോന്നുന്നു നിങ്ങളെ പെണ്ണുങ്ങൾ തരുമോ എന്നുള്ള പേടിയിലാണ് നിങ്ങൾ ഉറക്കെ ആമീൻ പറയാത്തത് എന്നാണ് എനിക്കൊരു ഡൗട്ട്. അല്ലാഹു തആല നല്ല സ്വതക്ക കൊടുക്കാൻ തൗഫീഖ് നൽകട്ടെ. സ്വർണം സ്വതക്ക ചെയ്യണമെങ്കിൽ, ഇപ്പൊ സ്വർണം സ്വതക്ക ചെയ്യണമെങ്കിൽ ചെറിയ ഈമാനൊന്നും പോരാ. വിരല് നിങ്ങൾ കൊണ്ടേക്കോ, മോതിരം തരൂല എന്നാ പെണ്ണുങ്ങൾ പറയാം. ചെവി പണം കൊണ്ടേക്കോ, അലിക്കത്ത് തരൂല. അത്ര പൈസയാണ് ഇപ്പൊ പൊന്നിന്. എന്നിട്ടും ആ സഹോദരി പൊന്ന് കൊടുത്തില്ലേ?
അപ്പൊ അതൊരു ഈമാനാ. അള്ളാഹു ആ സഹോദരിയെ തുടർന്ന് ധാരാളം സദഖകൾ നൽകാൻ, നമ്മുടെ മുത്തഅല്ലിമീങ്ങളുടെ, നമ്മുടെ ഉസ്താദന്മാരുടെ ചെലവ്, ശമ്പളങ്ങള്, അങ്ങനെ ഒരു വിഷയം നടന്നു പോകണം. കുറേ സാമ്പത്തിക ചെലവുകൾ ഉണ്ടല്ലോ. സാധുവായി ഞാനൊരു സ്ഥാപനം നടത്തുന്നുണ്ട്, എനിക്ക് അതിന്റെ വിഷമം അറിയാം. അള്ളാഹുവേ, നാട്ടുകാർക്ക് മുഴുവനും ബറക്കത്ത് ചെയ്യണം റഹ്മാനെ. ഒരുപാട് ബാധ്യതകളുണ്ട്, ആ ബാധ്യതകളൊക്കെ നീ നിറവേറ്റി കൊടുക്കണം റഹ്മാനെ. ഖൈർ നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ, എല്ലാ നിഅമത്തും നീ നൽകണേ അല്ലാ. ഖൈറിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാനും വേണം ഒരു ഭാഗ്യം. ഖൈറിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്യാനും ഒരു ഭാഗ്യം വേണം. ഈ മാസം മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദരവ് പറഞ്ഞത് റമളാനിനോട് സുഹബത്ത് വെച്ചുകൊണ്ടല്ലേ ഇതിനൊരു ബഹുമാനം കിട്ടിയത്. റജബിനും ശഅബാനും ഒരു ബഹുമാനം കിട്ടിയത്. സുഹബത്തിന് വലിയ ബഹുമാനമുണ്ട്, കൂടിച്ചേർന്ന് ജീവിക്കുന്നതിന് വലിയ ബഹുമാനമുണ്ട്. ഉമ്മത്തിലെ ഏറ്റവും വലിയ ലീഡർ ആരാണ്? അഫ്ളലുൽ ബശരി ബഅദൽ അംബിയാ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവാണ്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എത്രയാണ് അവിടത്തേക്ക് സ്വതക്ക, എന്താണ് അവിടുത്തെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ജീവിതം. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ള വിഷയം ഏതാണ്? ഒരു നല്ല പൂർണ്ണനായ ഒരാളോടാ ചോദിക്കുന്നത്, ചെറിയ മക്കളോടല്ല. പൂർണ്ണനായ ആരോഗ്യമുള്ള, പൂർണ്ണനായ ബുദ്ധിയുള്ള, കമാലിയത്തുള്ള ഒരാളോടാ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും താല്പര്യമുള്ളത് എന്താണ്? അൽ ജുലൂസു ബൈന യദൈക്, തങ്ങളെ മജ്ലിസിൽ ഇരിക്കലാണ് നബിയേ. വന്നളുറു ഇലൈക്, രണ്ടാമത്തെ വിഷയം തങ്ങളിലേക്ക് നോക്കലാണ്, തങ്ങളെ വജ്ഹിലേക്ക് നോക്കലാണ് നബിയേ. മൂന്നാമത്തത് വഇൻഫാഖു മാലി അലൈക്, എന്റെ സമ്പത്ത് തങ്ങളെ പൊരുത്തത്തിന് ചെലവാക്കലാണ് നബിയേ. എത്ര വലിയ സൗഭാഗ്യാണ്. സദക്ക നല്ലോണം കൊടുക്കുക, ചോദിക്കുമ്പോൾ കൊടുക്കുക. അതിന് പണിയെടുക്കാൻ പോകണം, കച്ചവടം ചെയ്യണം, ഒക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാം അള്ളാഹു റാഹത്താക്കട്ടെ, എല്ലാ നിഅമത്തും അള്ളാഹു നൽകട്ടെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിയാമത്ത് നാൾ വരെ ഒരാൾ കൊടുത്താലും ബഹുമാനം കിട്ടൂല. എപ്പോഴും കൊടുക്കുന്ന ആളാണ്. ഒരു ദിവസം തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന സ്വതക്ക വേണം, ഫണ്ടിലേക്ക് സ്വതക്ക വേണം. എല്ലാവരും കൊടുക്കുകയാണ്. പള്ളിയിൽ നിന്ന് പോകുമ്പോ രണ്ടാമനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇങ്ങനെ കരുതുന്നല്ല, എപ്പോഴും മുന്നിൽ നിൽക്കുന്ന ആൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. ഇന്ന് ഞാൻ അവരെ പരാജയപ്പെടുത്തുന്നതാണ്. ഇഖ്ലാസുള്ള ഈമാനിന്റെ ഭാഗത്തുള്ള ഒരു ചെറിയ വാശിയാണ്. എന്നാൽ ഇന്ന് ഞാൻ അബൂബക്കർ തങ്ങളെ പൊട്ടിക്കൂന്ന് പറഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോയത്. ആസ്തിയുടെ നേരെ പകുതി കൊണ്ടുവരികയാണ്. 1,00,000 ഉണ്ടെങ്കിൽ 50,000 നേരെ കൊണ്ടുവരികയാണ്. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പിൽ ബഹുമാനത്തോടെ, അഭിമാനത്തോടെ സമർപ്പിക്കുകയാണ്. തങ്ങൾ ചോദിക്കുന്നു, മാ ബഖൈത ലി അഹ്ലിക യാ ഉമർ, വീട്ടുകാർക്ക് എന്താണ് ഉമറേ ബാക്കിയുള്ളത്? ഇത്രയും ഇനി ബാക്കിയുണ്ട്, നേരെ പകുതി കൊണ്ടുവന്നിട്ടുണ്ട് നബിയെ. വലിയ സ്വതക്കയാണ്. അപ്പോഴാണ് ധാരാളം സ്വഹാബികൾ കൊണ്ടുകൊടുക്കുന്നുണ്ട്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നും കൊടുക്കുന്നത് കാണുന്നില്ല. പള്ളിന്റെ മൂലയിൽ വളരെ സങ്കടത്തിലിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് മുത്തുനബി ചോദിക്കുന്ന, എന്തേ അബൂബക്കറെ, നിന്റെ കയ്യിലൊന്നുമില്ലേ? ഉണ്ട്, ഒരൽപ്പം ചുരുങ്ങിയ ഈത്തപ്പഴം. അതിങ്ങനെ കയ്യിൽ ചുരുട്ടിപ്പിടിച്ചിട്ട് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻപിൽ വന്നിട്ട് തങ്ങളെ കയ്യിൽ മെല്ലെ ലജ്ജയോടെ നാണത്തോടെ തങ്ങളെ മുമ്പിൽ തങ്ങളെ കയ്യിലങ്ങ് വെച്ചു കൊടുക്കുന്നു. മുത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുന്നു, മാ ബഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, അബൂബക്കറെ വീട്ടുകാർക്ക് എന്താണ് ഇനി ബാക്കിയുള്ളത്? സുബ്ഹാനല്ലാഹ്, ഖൽബുന്നുള്ള മറുപടി, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂല, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂല, അബ്ഖൈതു ലഹുമുല്ലാഹ വറസൂല. വീട്ടുകാർക്ക് മുത്തുനബിയും അല്ലാഹും അവന്റെ ഹബീബും ഉണ്ട് നബിയേ. എന്റെ വീട്ടുകാർക്ക് അല്ലാഹും അവന്റെ റസൂലും മാത്രം ബാക്കിയുണ്ട് നബിയേ. എന്റെ വീട്ടുകാർക്ക് അല്ലാഹും അവന്റെ ഹബീബും മാത്രം ബാക്കിയുണ്ട് നബിയേ. മുഴുവനും കഴിഞ്ഞു പോയി നബിയേ. സുബ്ഹാന ജല്ല ജലാലു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പറയാണ്, ഇല്ല ഖിയാമത്ത് നാൾ വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ധർമ്മത്തിൽ സ്വതക്കയിൽ ഒരാളും മുൻകടക്കൂല. അവര് കടക്കണം അതേ സ്വർഗം തന്നെ നമ്മളും ചോദിക്കുന്നത്.
റമദാനിൽ വരാൻ പോവുകയാണ്. സ്വർഗം ചോദിക്കാനും നരകത്തിന് തൊട്ട് കാവല് ചോദിക്കാനും അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കടക്കണ സ്വർഗം, ഉമർ റളിയല്ലാഹു അൻഹു കടക്കുന്ന സ്വർഗം. അല്ലാഹു നമുക്ക് ഓശാരം നൽകട്ടെ, അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. നന്നായിട്ട് സ്വതക്ക ചെയ്യണം, നന്നായിട്ട് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് അല്ലാഹുവേ നീ ഞങ്ങളെ സ്വീകരിച്ച് സന്തോഷമാക്കി തരണം റഹ്മാനേ. ഈ സ്ഥാപനം ഞാൻ വാല് പറഞ്ഞ് കെട്ടിയതല്ല, ഇത് നിങ്ങൾ കൊടുത്തിട്ട് കെട്ടിയതാണ്. അൽഹംദുലില്ലാഹ്. എന്നാലും ഒരു പരിപാടി വെക്കും, പിന്നെ സിൽവർ ജൂബിലൊക്കെ വരാൻ പോവുകയാണ്. ഒരു സദസ്സിന്റെ ഒരു സന്തോഷം റാഹത്ത് വേണ്ടേ? അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും ഒരു 3 ദിക്ർ ചൊല്ലൂ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹുവേ ദിക്ർ ചൊല്ലി ജീവിക്കാനും, ദിക്ർ ചൊല്ലി മരണം ഖൈറാകുന്ന സമയത്ത് ദിക്ർ ചൊല്ലി മരിക്കാനും, ദിക്ർ ചൊല്ലുന്നവരുടെ സുംറത്തിൽ ഒരുമിച്ച് കൂടാനും സയ്യിദുൽ ദാകിരീനായ സയ്യിദുൽ വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഖൽബൊന്ന് നന്നാക്കി തരണേ അല്ലാഹ്, തഖ്വയേറ്റി തരണേ അല്ലാഹ്. ദിക്ർ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം വേണം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നല്ല ലക്ഷ്യത്തിന് വേണ്ടി അൽഹംദുലില്ലാഹ് നല്ല നിയത്ത് ഖൽബിൽ വെക്കുക. എന്നിട്ട് ഏതെങ്കിലും ഒരാള് ഒരു 12,000 ഉറുപ്പിക നമ്മളെ സദസ്സിലേക്ക്, അല്ലാഹു വലിയ ഭാഗ്യം കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയ ബാപ്പ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്, മരണപ്പെട്ടു പോയ ഉമ്മ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്, മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മെ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ കൊടുത്തത് അവർ വലിയ പ്രതീക്ഷയോടെ കാത്തു നിൽക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് സന്തോഷം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബറക്കത്ത് ചെയ്യട്ടെ. സ്ഥാപനങ്ങളെ സഹായിക്കുക എന്നത് ഇതിന്റെ വിഷയത്തിൽ മുന്നിൽ നിൽക്കാൻ അൽഹംദുലില്ലാഹ് ഞാൻ മനസ്സിലാക്കുന്നത് 10-30-ലേറെ നല്ല മക്കൾ പഠിക്കുന്ന ദർസുണ്ട് ഇവിടെ. അല്ലാഹുവേ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാർക്കും കുടുംബത്തിനും ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. യദ്ഖുലു മഅഹു അൽഫി ബറക, 10 ലക്ഷം ബറക്കത്ത് അവരുടെ കൂടെ വീട്ടിലെത്തുമെന്ന് പരിശുദ്ധ മുഹമ്മദുർ റസൂലുള്ളാഹ്. വലിയ സന്തോഷമാണ്, വലിയ ഭാഗ്യമാണ് മുത്തഅല്ലിങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാന്നുള്ളത്, ഇൽമിന്റെ വിഷയത്തിൽ സഹായിക്കാന്നുള്ളത്. സ്വതക്കയിൽ വലിയ ഖൈറായ പ്രതിഫലം കിട്ടുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ സന്തോഷത്തിന് വേണ്ടി മനസ്സറിഞ്ഞാരെങ്കിലും ഒരാൾ ആഖിബത്ത് നന്നാകണം. അല്ലാഹ് മരിക്കുന്ന സമയത്ത് രാത്രിയാണോ പകലാണോ ഉറങ്ങുമ്പോഴാണോ എപ്പോഴാണെന്ന് അറിയില്ല, ഉറങ്ങുന്ന സമയത്താണെങ്കിലും ഉണർച്ചയിലാണെങ്കിലും പോകുന്ന സമയത്ത് പോകാതിരിക്കാൻ അവധിയെത്തിയാൽ അല്ലാഹ് നീട്ടൂല എന്നല്ലേ. എന്തായാലും പോകേണ്ടി വരും. ആ പോകുന്ന സമയത്ത് നല്ല സ്ഫുടമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് നല്ല തെളിഞ്ഞ കൽബോടെ ദിക്ർ ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം. നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാകാൻ ലക്ഷ്യം വെച്ച് ഏതെങ്കിലും ഒരാൾ ഒരു 12,000 ഉറുപ്പിക സദഖ പറയാൻ പറ്റുമോ? അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ, നീ ഏറ്റെടുക്കണം റഹ്മാനേ, ഖൈർ നൽകണേ അല്ലാഹ്, ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ഇപ്പൊ കൊടുക്കാനല്ല, നിങ്ങളെ സൗകര്യം പോലെ കൊടുത്താൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ ഉമ്മയും ബാപ്പയും ഹയാത്തിലുണ്ടോ? ബാപ്പയില്ല. അല്ലാഹുവേ ആ ബാപ്പക്ക് സന്തോഷം കൊടുക്കണം റഹ്മാനേ, ആ ബാപ്പന്റെ ഖബർ ജീവിതം സന്തോഷമാക്കണേ അല്ലാഹ്, ആ ബാപ്പക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ബാപ്പക്ക് ഖിദ്മത്ത് ചെയ്ത മകനായി, പ്രിയപ്പെട്ട കൂട്ടുകാരനെ ബാപ്പക്ക് പൊരുത്തമുള്ള മകനായി ഈ പ്രിയപ്പെട്ട സ്നേഹിതനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഉമ്മക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാഹ്, ഭാര്യ മക്കളിൽ സന്തോഷം നൽകണേ അല്ലാഹ്, എല്ലാ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. ബിശ്റഫിൽ മുസ്തഫ മുഹമ്മദിൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരാണ് ഒരാൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ആരെങ്കിലുണ്ടോ? ഒരു 12,000 ഉറുപ്പിക എന്റെ വകയിൽ ഇൽമിന്റെ വിഷയത്തിൽ കൊടുക്കാം. അല്ലാഹുവേ സ്വീകരിക്കണം റഹ്മാനേ, ഖൈർ നൽകണം റഹ്മാനേ, റാഹത്ത് നൽകണേ അല്ലാഹ്, ഏറ്റെടുക്കണേ റബ്ബേ, ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി സന്തോഷം കൊടുക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ
റസൂലുള്ളാഹ്. നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള സൗഭാഗ്യം നൽകണം റഹ്മാനേ. തങ്ങളെ മുഹബ്ബുകളിൽ ഞങ്ങളെ പെടുത്തി തരണം റഹ്മാനേ. ഈ സദസ് ഇജാബത്തുള്ള സദസ്സാക്കണേ അല്ലാഹ്. രണ്ടാമത്തെ ആളാരാണ്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 12,000 രൂപ കൊടുക്കാൻ പറ്റുന്ന ആൾ അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഖൈറ് നൽകണം റഹ്മാനെ. ഏറ്റെടുക്കണം റഹ്മാനെ. ആണുങ്ങളെ കൂട്ടത്തിലുണ്ടോ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഏട്ടത്തി അനിയത്തിയും കൂടി ഏറ്റെടുത്താൽ മതി. ഉമ്മയും മകളും കൂടി ഏറ്റെടുത്താൽ മതി. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു ഖൈറ് നൽകട്ടെ. ഇനി അങ്ങനെ ഒന്നും കഴിയില്ല. ആ മാസത്തിൽ 1,000 രൂപ കൊടുത്തിട്ടാണ് 12,000 തീർക്കുന്നത്. ഖൈറന്നെ ഉസ്താദുമാരുടെയും മറ്റൊക്കെ ചെലവിലേക്ക് ഉപയോഗപ്പെടുത്താലോ. എല്ലാ മാസവും 1,000 രൂപ കൊടുത്താലും ഒരു കൊല്ലത്തിൽ 12,000 രൂപ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ ഒരാൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ നീ ഏറ്റെടുക്കണം റഹ്മാനെ. നീ ഖൈറ് നൽകണം റഹ്മാനെ. നീ സന്തോഷം നൽകണം റഹ്മാനെ. നീ വലിയ എല്ലാ ഇടങ്ങേറുകളെ തൊട്ടുമുള്ള കാവലും ഹിഫ്ളും നൽകണം റഹ്മാനെ. നീ ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനെ. ആരെങ്കിലും ഉണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ ചതിവിന്റെ ലോകമാണ്. സുബ്ഹാനല്ലാഹ്. നല്ല പുരണ്ടാക്കി ഉദ്ഘാടനത്തിന്റെ നാള് മരിച്ചു. ഖബറിലേക്ക് പോയി. വൈകുന്നേരം ഖബറടക്കി. അയാളുടെ ദുനിയാവിന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന്റെ അന്ന് തന്നെ ആഖിറത്തിന്റെ വീട് ഉദ്ഘാടനം നടന്നു. കൃത്യം 4 മാസവും 10 ദിവസവും 4 മാസവും 10 ദിവസവും ഇദ്ദ പെണ്ണിന്റെ ഇദ്ദ കഴിഞ്ഞു. ഉപ്പയും ഉമ്മയും ആങ്ങളമാരും ഒക്കെ ഈ പെണ്ണിന്റെ അടുക്കൽ വരും. എന്നിട്ട് ചോദിക്കും, മോളെ ഈ കൊട്ടാരത്തിൽ ഒറ്റക്ക് താമസിച്ചാൽ എനിക്കൊരു വിഷമാവൂലേ? മരിച്ചാള് പോയില്ലേ, തിരിച്ചു വരുവോ? ഒരു ജീവിതം വേണ്ടേ? മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് അവള് പറയും, ഇല്ല, ഇനി എനിക്കൊരു പുതിയ ജീവിതമൊന്നും വേണ്ട, ഞാൻ ഈ മക്കളെ കൂടെ അങ്ങനെ ജീവിച്ചോളാം, പോയാളെ ഓർമ്മയിൽ ജീവിക്കാം. 1 മാസം 2 മാസം നമ്മുടെ സ്നേഹിതൻ, ഞാൻ പറഞ്ഞത് പൂർത്തിയാക്കട്ടെ. എന്താണ് ഞാൻ പറഞ്ഞത്? ഭാര്യ മക്കളോട് ഉള്ളത് കൊണ്ട് ഭാര്യ പറയും, എനിക്കൊരു ജീവിതം വേണ്ട. ഒരു 2-3 മാസം പിന്നെയും കഴിഞ്ഞാല് ദുനിയാവിലെ മനുഷ്യന്റെ അവസ്ഥ സുബ്ഹാനല്ലാഹ്. ഭാര്യ പറയും, എനിക്കൊരു ജീവിതം വേണമെന്നോട് തീരുമാനിക്കും. മോനെ, ഇവൻ കെട്ടിയ വലിയ വീടുണ്ടല്ലോ, ആ വീട്ടിൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങ് നടക്കും. ലളിതമായിട്ടാണെങ്കിലും അവിടെ ഒരു വിവാഹം നടക്കും. മലപ്പുറത്താണെങ്കിലും കാസർഗോഡാണെങ്കിലും കണ്ണൂരാണെങ്കിലും ഇവൻ കെട്ടിയ വീടില്ലേ, ആ വീട്ടിലേക്ക് മണവാളനായിട്ട് മറ്റവനെത്തും. പുതിയ ആളെത്തും. ഇനി അവൻ വീട് നിർമ്മിക്കണ്ട, ഇനി അവൻ AC ഫിറ്റാക്കണ്ട, ഇനി അവൻ കട്ടിലും കിടക്കയും വാങ്ങണ്ട, ജീവിക്കാൻ വന്നാൽ മതി. അതൊക്കെ ഈ പോയവൻ ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ അവസ്ഥയാണ്. സുബ്ഹാന ജല്ല ജലാലു. നീ നിന്റേതാണെന്ന് കരുതിയ ഭാര്യ, നിന്റേത് സ്വന്തമാണെന്ന് നീ കരുതിയ നിന്റെ ഭാര്യ, അഭിമാനം പറഞ്ഞ ഭാര്യയില്ലേ, ആ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ പോകും. മൈനർ യതീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പിടിച്ചവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. നിന്റേത് മാത്രമാണെന്ന് കരുതിയ നിന്റെ ഭാര്യ മറ്റൊരുത്തന്റെ ഭാര്യ, അവിഹിത മാർഗത്തിലുള്ള വ്യഭിചാരമൊന്നുമല്ല, മറ്റവന്റെ ഭാര്യയായിട്ട് തന്നെ നീ കെട്ടിയ കോടീശ്വര കൊട്ടാരം പോലുള്ള കോടികൾ നിർമ്മിച്ചിട്ട് കൊടുത്തിട്ട് നീ ഉണ്ടാക്കിയ വീട്, ആ വീട്ടിൽ നീ ഉണ്ടാക്കിയ കട്ടിലിൽ, നീ വില കൊടുത്തു വാങ്ങിയ ബെഡിൽ നിന്റെ ഭാര്യ മറ്റൊരുത്തന്റെ കൂടെ താമസിക്കുന്നതിൽ നിനക്ക് അത്ഭുതമില്ലേ? തഴവോസ്താദിന്റെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ഒരൊക്കെ ഇൽമിന്റെ മദദ് അല്ലാഹു നമുക്ക് ചൊരിച്ചു തരട്ടെ. ഉപ്പന്റെ ആഫിയത്തിന് വേണ്ടി ചാറാട്ട് അബ്ദുൽ ലത്തീഫ് ഹാജി, അല്ലാഹു 12 മാഷാ അല്ലാഹ്, നമ്മുടെ മഹല്ല് പ്രസിഡന്റ്, അല്ലാഹു നല്ല ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നിങ്ങളൊരു ഉഷാറ്, നിങ്ങൾ ആമീൻ, ഒരു എന്തോ ഒരു ആഫിയത്ത് കുറവ്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ.
അല്ലാഹുവേ ആജിയാർക്ക് നല്ല ആഫിയത്ത് കൊടുക്കണം റഹ്മാനേ. ഒരുപാട് കാലം അല്ലാഹുവേ മഹല്ലത്തിന് ഇനിയും നേതൃത്വം കൊടുക്കാനുള്ള ഭാഗ്യം കൊടുക്കണം റഹ്മാനേ. മക്കൾക്കും കുടുംബത്തിനും ഭാര്യക്കൊക്കെ എല്ലാ സന്തോഷങ്ങളും നൽകണം റഹ്മാനേ. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ഉമ്മന്റെ ഖബർ സ്വർഗമാക്കണം റഹ്മാനേ. ആഖിറ ജീവിതം സന്തോഷമാക്കണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. നമ്മുടെ മാനുപ്പ ഹാജി സാഹിബ് അൽഹംദുലില്ലാ നമ്മളൊക്കെ സഹായിക്കുന്ന, നമ്മളെ സ്ഥാപനത്തെ സഹായിക്കുന്ന ആളാണ്. അവിടെ നമ്മൾ നല്ല ബന്ധമാണ്. നാട്ടിലൊക്കെ വന്ന് അവിടെ താമസിക്കും. അൽഹംദുലില്ലാ നല്ല സന്തോഷം. അള്ളാഹു നമ്മുടെയൊക്കെ ബന്ധങ്ങളെ അർശിന്റെ തണൽ കിട്ടുന്ന ബന്ധമാക്കി തരട്ടെ. അള്ളാഹു സന്തോഷമായി ഓരോ വകയിൽ. അമോശന്റെ അവരുടെ വാപ്പ പാകിസ്ഥാനിലാണ് മരണപ്പെട്ടത്. അള്ളാഹു ഭാര്യന്റെ വാപ്പ അള്ളാഹുവേ മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. സന്തോഷം നൽകണം റഹ്മാനെ. ഭാര്യന്റെ ഉമ്മക്ക് ചെറിയ ആഫിയത്ത് കുറവുണ്ടല്ലേ, അള്ളാഹുവേ ആഫിയത്ത് വർദ്ധിപ്പിക്കണം റഹ്മാനെ. അതുപോലെ ആജിക്കാന്റെ ഉമ്മയും ബാപ്പയും ഖബറിലാണ്, ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. അള്ളാഹുവേ ചെറിയ ചെറിയ പ്രതിസന്ധികളുണ്ട്, അതെല്ലാം പരിപൂർണമായി പരിഹരിച്ച് വലിയ റാഹത്ത് നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. മരണപ്പെട്ടുപോയ ബാപ്പന്റെയും ഉമ്മന്റെയും മഗ്ഫിറത്തിന് വേണ്ടി, ഉസ്താദിന്റെ ആഫിയത്തിന് വേണ്ടി ഒരു സഹോദരൻ 12,000 ഖൂലു തക്ബീർ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, ഖൈർ കൊടുക്കണം റഹ്മാനെ. ബാപ്പന്റെയും ഉമ്മന്റെയും ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. ഉപ്പക്കും ഉമ്മക്കും ആദ്യം ദ്വാരനാൽ ദുആക്ക് സ്വീകാര്യത ഉണ്ടാവണ്ട. അല്ലാഹുവേ ബാപ്പക്കും ഉമ്മക്കും മഗ്ഫിറത്ത് കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ഉസ്താദ് ആരാണോന്ന് അറിയില്ല, അദ്ദേഹത്തിന് ആ ഉസ്താദിന് നല്ല ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. മാതാപിതാക്കളുടെ പൊരുത്തമുള്ള മകനാക്കണേ അല്ലാഹ്. ഉസ്താദിന്റെ പൊരുത്തമുള്ള ശിഷ്യനാക്കണേ അല്ലാഹ്. വലിയ സന്തോഷം ദുനിയാവിലും ആഖിറത്തിലും നീ നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ബാപ്പന്റെയും ഉമ്മന്റെയും മഗ്ഫിറത്തിന് വേണ്ടി പേര് പറയാൻ താല്പര്യമില്ലാത്തൊരു സഹോദരൻ 12,000 രൂപ അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അഹ്മദുല്ലാഹൽ വലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരി മുൻജലിയാ സയ്യിദി ഖൈറൻ നബി ചൊല്ല ലാ ഇലാഹ ഇല്ലല്ലാഹു. ഇൻഷാ അല്ലാഹ് നൂറ് സാദാത്ത് ബായാർ തങ്ങൾ പാപ്പ നമ്മുടെ മജ്‌ലിസിലേക്ക് അടുത്തെത്താനായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് തങ്ങൾ പാപ്പ വന്ന ഉടനെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൻ്റെ സിൽവർ ജൂബിലി പ്രഖ്യാപനവും അതുപോലെ തന്നെ പ്രാർത്ഥനാ മജ്‌ലിസിലേക്കും നീങ്ങും. അതിൻ്റെ മുമ്പ് തന്നെ ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ മഹനീയമായ സദസ്സിൽ നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്ന സ്വതക്കകൾ സംഭാവനകളൊക്കെ ഇൻഷാ അല്ലാഹ് ഞങ്ങൾ അറിയിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരോട് ദുആ ചെയ്യും, സെയ്ദ് അവരോട് വന്നിട്ട് പ്രത്യേകം ദുആ ചെയ്യും. അതിനിടക്ക് താലിമിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള സമയം വളരെ പരിമിതമായതുകൊണ്ട് പറയുകയാണ്. ഉസ്താദിൻ്റെ പ്രഭാഷണവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും. അതിനിടക്ക് കഴിഞ്ഞ ദിവസം റിപ്പബ്ലിക് ഡേക്ക് അനുബന്ധിച്ച് നമ്മൾ നടത്തിയ വിവിധ മത്സരങ്ങളിൽ ജേതാക്കളായ മുത്താലിമീങ്ങൾ ഇവിടെ വന്ന് അവർക്കുള്ള സമ്മാനം ബഹുമാനപ്പെട്ട ജീലാനി തങ്ങൾ ഇവിടെ ഉണ്ട്, നാല് പ്രസിഡന്റ് ഉണ്ട്, മറ്റു നമ്മൾ ആദരണീയരായ വ്യക്തിത്വങ്ങളൊക്കെ ഉണ്ട്. അവരിൽ നിന്ന് നിങ്ങൾ വാങ്ങണം എന്നറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഉപ്പയ്ക്കും ഉമ്മക്കും മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്നാണ് 12,000 രൂപ ഒരു സഹോദരൻ. അല്ലാഹുവേ നീ റഹ്മത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. ഉപ്പക്കും ഉമ്മക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഉപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്ത മകനായി പൊരുത്തമുള്ള മകനായ ആ മകനെ ഖബൂൽ ചെയ്യണേ റഹ്മാനെ. എന്ത് ഖൈറായ നിയ്യത്തുണ്ടോ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു പരമ്പരയെ നിലനിർത്തി കൊടുക്കണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ഒരു സഹോദരി, അവർക്കൊരു ഉദ്ദേശമുണ്ട്, അത് പൂർത്തിയായാൽ നല്ല ഒരു സ്വതക്ക
നല്ല ഒരു സദഖ ഇവിടെ നൽകും എന്ന് പറയിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആ സഹോദരിയുടെ ആഗ്രഹങ്ങളെ, ഹലാലായ ആഗ്രഹങ്ങളെ നീ സാധിപ്പിച്ചു കൊടുക്കണം റഹ്മാനെ. ഇവിടെയുള്ള സദാത്യങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഉസ്താദുമാരുടെ ബർക്കത്ത് കൊണ്ട്, അവരുടെ സനദിലുള്ള, ഞങ്ങളെ സനദിലുള്ള മശായിഖുമാരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ, ആ സഹോദരിയുടെ ഖൽബിൽ എന്താണോ ഹലാലായ ഉദ്ദേശമുള്ളത് നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനേ. നീ റാഹത്ത് നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. നമ്മളെ കൂട്ടത്തിൽ ആരാ ഒരു 12,000 കൊടുക്കാൻ പറ്റും? എല്ലാവരും പറയണം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 1000 രൂപക്ക് 1000 രൂപ സ്വതക്ക കൊടുത്തിട്ട് 2 കുപ്പി അല്ലേ തേന് വാങ്ങിച്ചിട്ടുണ്ട്. അവരുടെ മകള് നല്ല സുഖപ്രസവം കിട്ടാനാണ്. അല്ലാഹുവേ, സാദാത്യങ്ങളെ ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ട നൂറു സാദാത്ത് ബയാത്തങ്ങളുടെ വാപ്പ ശൈഖ് സയ്യിദ് അബ്ദുൽ ഖാദർ കുഞ്ഞിത്തങ്ങൾ ബുഖാരി അടക്കമുള്ള എല്ലാ നമ്മുടെ സാദാത്യങ്ങൾ, ഉസ്താദുമാർ, വൈലത്തൂർ തങ്ങളടക്കം നമ്മുടെ മശായിഖുമാർ എല്ലാവരുടെയും ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. അവരൊക്കെ മദദ് അല്ലാഹു നമുക്ക് ചൊരിച്ചു തരട്ടെ. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ആ സഹോദരിക്ക് നല്ല സുഖപ്രസവം നൽകണം റഹ്മാനേ. അവരെല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. സലാമത്തുള്ള പ്രസവവും സലീമായ മക്കളെയും കൊടുക്കണം റഹ്മാനെ. നീ ഏറ്റെടുക്കണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. എല്ലാ മാസം 1000 രൂപ കൊടുത്താൽ 12,000 രൂപ എളുപ്പം. ഇനി ഒന്നിച്ച് കൊടുക്കാൻ, അല്ല മാസം കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 6 മാസത്തേക്ക് 6000 കൊടുത്താലും തീരും. എങ്ങനെ കൊടുക്കണ്ടേ നിങ്ങൾക്ക് തീരുമാനിക്കും. ഒരു 12,000 പറഞ്ഞാൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ നടന്നു പോകും. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ, ഏറ്റെടുക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഞങ്ങൾ ആരെയും നീ പരീക്ഷിക്കല്ലേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നമ്മളെ കൂട്ടത്തിൽ ഒരാൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 6000 കൊടുക്കാൻ പറ്റുന്ന ആളാരാണ്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. 6000 അതിന്റെ പകുതി മാസത്തിൽ 500 കൊടുത്താൽ തീരും. ഒന്നിച്ചു കൊടുത്താലും സന്തോഷം. മാനു ചാലാത്ത് 6000 രൂപ. ലത്തീഫ് ഹാജിന്റെ മാഷാ അല്ലാഹ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ, നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. എന്ത് ഖൈറായ നിയത്തുണ്ടോ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണം റഹ്മാനെ. ഉമ്മന്റെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ്. ബാപ്പക്ക് ആഫിയത്ത് നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട സ്നേഹിതന്റെ ഭാര്യ മക്കളിൽ, കുടുംബത്തിൽ, വീടിൽ നീ നൽകിയതിലും നൽകുന്നതിലും വലിയ ബറക്കത്ത് നൽകണം റഹ്മാനെ. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ രോഗങ്ങൾ കൊടുത്ത് പരീക്ഷിക്കരുതേ അല്ലാഹ്. കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കരുതേ അല്ലാഹ്. സ്വതക്ക കൊണ്ടെല്ലാ നന്മകളും നീ നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. 6000 കൊടുക്കാൻ പറ്റുന്ന ആളെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഏതോ ഒരു സഹോദരി പറഞ്ഞിട്ടുണ്ട്, വേറെ ആരും പറഞ്ഞില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഈ സഹോദരിമാരുണ്ട്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സാധാരണ പെണ്ണുങ്ങളാണ് ഈ വിഷയത്തിലൊക്കെ മുന്നിലുണ്ടാകുക. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വർണം കൊടുത്താലും മതി, സന്തോഷം. അൽഹംദുലില്ലാ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ, നീ സ്വീകരിക്കണം റഹ്മാനെ. നിഅമത്ത് നൽകണേ അല്ലാഹ്. വലിയ ഖൈർ നൽകണേ അല്ലാഹ്. ഒരു മക്കൾ ഈ മുതഅല്ലിമീങ്ങളൊക്കെ ഇൽമിന്റെ വിഷയത്തിൽ സഹായിക്കാന്ന് പറഞ്ഞാല്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൂടുതൽ സംസാരിക്കുന്നവർക്ക് അബദ്ധം ഉണ്ടാവും. അതേ സമയത്ത് ഹിഫ്ള് പഠിക്കുന്ന മക്കള്, ഇൽമു പഠിക്കുന്ന മക്കള്, അവരെ സംസാരത്തിലേറെ അവർ ഉച്ചരിക്കുന്ന ഹർഫുകളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് കിതാബുകളിലുള്ള ഹർഫുകളായിരിക്കും. ഒരു ഉസ്താദ് പറയാണ് ഒരു കുട്ടിനോട്, നീ 50 പ്രാവശ്യം ലറബ സർഫാക്കിയിട്ട് വാ. സത്യത്തിൽ ലറബ നല്ല ദിക്റാണ്. തമാശ പറഞ്ഞതല്ല, കോമഡി അടിച്ചതല്ല. ലറബ നല്ല ദിക്റാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. താജുൽ ഉലമയുടെ ദറജ അല്ലാഹു വർദ്ധിപ്പിക്കട്ടെ. ഉള്ളാളത്ത് പോയിരിക്കുക. ഞാൻ ദർസ് തുടങ്ങിയ സമയത്ത് ബഹുമാനപ്പെട്ട ഖുറാത്തങ്ങൾ അന്ന് വെള്ളൂർ, പയ്യന്നൂരിന്റെ അടുത്ത് വെള്ളൂർ, അവരുടെ മഹലിൽ ഞാൻ മുദരിസാണ്. അപ്പൊ ഞാൻ കോളേജിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. യുപിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു മെലിഞ്ഞൊരു മനുഷ്യൻ എന്റെ ദർസിൽ പഠിക്കുന്ന ഒരു കുട്ടി, നല്ല ഹൈറ്റും വെയിറ്റുള്ള, കണ്ണൂർ കണ്ണാടിപ്പറമ്പുള്ള ഒരുത്തനുണ്ട്. ദിയാത്തിന് പോയപ്പോ തങ്ങളുപ്പാപ്പ അവിടെ ഉണ്ട്. അപ്പൊ തങ്ങളോട് ദിക്റ്, അവിടെ മെഡിക്കൽ കോളേജിൽ പഠിക്കണ നിങ്ങളെ ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള കുറച്ച് കുട്ടികൾ വന്നിട്ട് എന്തോ ചോദിക്കുമ്പോൾ ഞാനും കൂട്ടത്തിലങ്ങ് കയറി. ഒരു ദിക്റ്, ഖാദിരിയത്തിന്റെ ദിക്റൊന്നും അത് പറയാൻ വേണ്ടി പറഞ്ഞല്ല. അപ്പൊ അത് പെട്ടിയെല്ലാം തുറന്ന സ്ലിപ്പെല്ലാം എടുത്തിട്ട് തന്നു. അജസ്തുലൊക്കെ കമാലി അതിന് മശായിഖുൽ കിറാം എന്നെല്ലാം പറഞ്ഞിട്ട് പേടിച്ചുകൊണ്ടത് വാങ്ങി. അപ്പൊ എന്റെ ഈ മുത്തഅല്ലിമുണ്ടല്ലോ, എന്നെ കാണാൻ ഉഷാറുണ്ട്. ഓന് തങ്ങളോട് പറഞ്ഞു, തങ്ങളെ അപ്പൊ നമുക്കൊരു ദിക്റ് വേണമെന്ന്. ഇടത്തേക്കോട് ഒറ്റടി, തലക്കന്നൊരടി. എന്നിട്ട് പറഞ്ഞു, മുത്തഅല്ലിമിനെന്ത് ദിക്റടാ? മുത്തഅല്ലിമിന് കിതാബിലുള്ളത് മുഴുവൻ ദിക്റന്നല്ലേ, പോയി ഓതി പഠിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ലറബ ദിക്റാണെന്ന് പറഞ്ഞത്.
അത് ഖുർആനിന്റെ ഭാഷയാണ്. മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവാണ് അറബി. സ്വലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി. നീട്ടി പറയുന്നവർക്ക് എന്താ സംഗതി എന്ന് മനസ്സിലായില്ല. ആ അറബി എന്ന് പറയുമ്പോ ബൈത്തിന്റെ താളത്തിൽ ചെല്ലുന്ന അറബി എന്നായി പറഞ്ഞത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാഷയായി പറയുന്നത്, അതിന്റെ ഗ്രാമറായി പഠിച്ച അറബ. അതിന് കൂലി കിട്ടുന്ന ഞാൻ പറഞ്ഞത്. ഇപ്പൊ മക്കള് നല്ലോണം ദിക്ർ ചെല്ലുന്നുണ്ട്. അപ്പൊ ഈ ദിക്ർ ചെല്ലുന്നതിന്റെ ഇടയിൽ അവര് ദ്വാരനാല് വേഗ ഇജാബത്ത് കിട്ടും. നിങ്ങൾ കാര്യമായിട്ട് ഞാൻ മുത്താലിങ്ങളോട് പറയുന്നറിയോ, നമ്മുടെ കോളേജിലൊക്കെ ഉള്ള മുത്താലിങ്ങളോട് ഞാൻ പറയും, മക്കളെ ഈ 1-ാം ദർസ് ഉണ്ടല്ലോ, ആ ചെല്ലുന്നൊരു ബൈത്തുണ്ട്, വല്ലാത്ത അഫറുള്ള ഒരു ബൈത്താണത്. മഹാന്മാര് ചൊല്ലി വന്ന ബൈത്ത്. നിങ്ങൾ ചെല്ലിയിട്ട് ആ ലാസ്റ്റ് എന്തായാലും നിങ്ങളെ കൽവിലൊരു ദ്വാ ഉണ്ടാവില്ലേ, ആ ദ്വാരക്കുന്ന സമയത്ത് നമ്മളെ സ്ഥാപനത്തിന് സഹായിച്ചാക്കെല്ലാം ദ്വാരക്കണേ, അതിന് വേണ്ടി ഓടി നടക്കുന്ന നമുക്കെല്ലാം വേണ്ടി ദ്വാരക്കണേ. ഞാൻ എൻ്റെ മക്കളോട് പറയും, മുത്താലിമീങ്ങളോട്. വേറെ ദ്വാരക്കാൻ അവർക്ക് പഠിക്കുന്ന സമയത്ത് സഹിലല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഇടയിൽ ഉണ്ടാവില്ല, അവരുടെ മനസ്സിന്റെ ഉള്ളിലൊരു ദ്വാ. നല്ല ടൈമാണ്. അങ്ങനെ എത്രയേ സമയങ്ങളുടെ മുത്താലിമീങ്ങൾക്ക് കിട്ടുന്ന സമയങ്ങൾ. അവരെ ഇൽമ പഠിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ ഇടയിൽ, തഫ്സീർ ഓടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ, ബുഖാരി ഓതിക്കൊണ്ട് മീസാൻ പഠിക്കുന്ന കുട്ടിന്റെ ദ്വാ കൊണ്ട് ഇജാബത്ത് പഠിക്കുകയാണ്. അള്ളാന്റെ ഖുർആനിന്റെ ഭാഷ പഠിക്കാൻ വലിയ മഹത്വമുള്ളവരാണ് ഈ മുത്താലിമീങ്ങൾ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും ഇൽമിന് വേണ്ടിയിട്ടും കൊടുക്കാന്ന് പറഞ്ഞ സൗഭാഗ്യമാണ്. ജ്യേഷ്ഠന് ആഫിയത്തിന് വേണ്ടിയിട്ടും, ജ്യേഷ്ഠന്റെ ആഫിയത്തിന് വേണ്ടിയിട്ടും, ഉമ്മന്റെയും ആഫിയത്തിന് വേണ്ടിയിട്ടും, ബാപ്പന്റെ മഗ്ഫിറത്തിന് വേണ്ടിയിട്ടും ഒരു സഹോദരൻ 12,000 റുപ്യ ഖൂലു തക്ബീർ. അല്ലാഹുവേ ജ്യേഷ്ഠന് ആഫിയത്ത് കൊടുക്കണേ അല്ലാ. നല്ലൊരു ടീമാണ് ഈ നമ്മുടെ നാട്ടിന്റെ പേര് കാളാട്. എങ്ങനെ അത്ഭുതപ്പെട്ടോന്ന്. ഏട്ടന് സുഖമില്ലാണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ വിഷയം തന്നെ അതാ. ഏട്ടനെ നല്ല സൗഹൃദത്തിൽ ജീവിക്കണം. അപ്പൊ അൽഹംദുലില്ലാ നല്ല സ്നേഹമുള്ള ടീമാണ്, നല്ല ബന്ധങ്ങളുള്ളവരാണ്. അള്ളാഹു അങ്ങനെ നിലനിർത്തി തരട്ടെ. ജ്യേഷ്ഠന് സുഖാകാൻ വേണ്ടിയിട്ട് അനുജൻ നേർച്ചയാക്കാണ് 12,000. അള്ളാഹുവേ നീ സന്തോഷം കൊടുക്കണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ, ഉമ്മക്ക് ആഫിയത്ത് ഏറ്റി കൊടുക്കണം റഹ്മാനെ. എന്ത് സങ്കടം ഉണ്ടെങ്കിലും നീ തീർക്കണേ അല്ലാ. ബാപ്പക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ലിംനഹു കുല്ലൗ വഹത ബിഖളാഇൽ ഇറബി طب ريقك الشفاء من دائه خير النبي جل لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول പ്രിയപ്പെട്ട സ്നേഹിതന്റെ ജ്യേഷ്ഠനും ഉമ്മക്കും ആഫിയത്ത് കൊടുത്തു, ബാപ്പക്കും മഗ്ഫിറത്ത് കൊടുത്തു. ആ കൂട്ടുകാരന് റഹ്മത്ത് ചെയ്യണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ഇനി ആരാണ് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഇനി ആരാണ് നമ്മുടെ സ്ഥാപനത്തെ സഹായിക്കുന്നവർ? അല്ലാഹു ഖൈർ നൽകട്ടെ. ഒരു 12,000 കൊടുക്കാൻ പറ്റുന്ന ആള്, ഒരു 6,000 കൊടുക്കാൻ പറ്റുന്ന ആൾ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹു നിയമത്ത്. ഞാൻ സാധാരണ തങ്ങൾ വന്നിട്ട് ചോദിക്കരുത്, തങ്ങളുടെ സമയം ബുദ്ധിമുട്ടാകാതിരിക്കാനാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങൾ എന്തായാലും ദ്വാരക്കും. അല്ലാഹുവേ നീ ഏറ്റെടുക്കണം റഹ്മാൻ, ഖൈർ നൽകണം റഹ്മാൻ. ആരാണ് നമ്മളെ കൂട്ടത്തിൽ ഉമ്മയെ സ്നേഹിക്കുന്ന മക്കൾ, ബാപ്പയെ സ്നേഹിക്കുന്ന മക്കൾ, ജ്യേഷ്ഠനെ സ്നേഹിക്കുന്ന അനുജൻ, മക്കളെ സ്നേഹിക്കുന്ന വാപ്പ, എല്ലാവർക്കും അല്ലാഹു ഖൈറും സന്തോഷവും റാഹത്തും കൊടുക്കട്ടെ. നമുക്ക് മരണം ഖൈറാകുന്ന സമയത്ത് അല്ലാഹുവേ കാമിലായി ഈമാൻ നൽകി ഞങ്ങൾക്ക് കലിമത്തു ഷഹാദ റാഹത്തിൽ ഉച്ചരിച്ച് പുഞ്ചിരിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാഹ്. കച്ചവടക്കാർക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആരോഗ്യം വർദ്ധിപ്പിക്കണേ അല്ലാഹ്. കൃഷിയിൽ വർധനവ് നൽകണേ അല്ലാഹ്. ഏറ്റവും ഉപരി ഇതൊരു വല്ലാത്ത സന്തോഷമുള്ള മാസമാണ് റജബും ശഅബാനും ഒക്കെ. റജബ് കഴിഞ്ഞു, ശഅബാൻ ഏകദേശം പകുതിയിലേക്ക് അടുക്കുകയാണ്. നീ സ്വീകരിച്ച് ഞങ്ങൾക്ക് ആത്മീയമായി കൃഷി ചെയ്യാനുള്ള സൗഭാഗ്യം നൽകണേ അല്ലാഹ്. ബിശറഫിൽ മുസ്തഫ മുഹമ്മദിൻ. ഇനി ആരാണ്? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരു 6,000 കൊടുക്കാൻ പറ്റുന്ന പെണ്ണുങ്ങളൊന്നും ഇല്ലേ? ഒരു 500 മാസത്തിൽ കൊടുക്കാം. അല്ലെങ്കിൽ
ഒരു 1000 മാസത്തിൽ കൊടുക്കുക, ഒന്നിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കും, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ഒരു 5000 കൊടുക്കാൻ പറ്റുന്ന ആള് 3000 കൊടുക്കാൻ. ഉമ്മാക്കും അമ്മോശനും ആഫിയത്തിന് വേണ്ടി അല്ലേ? ആ ബാപ്പുസ്ഥാനം വരുവാനാണ്. ബാപ്പക്ക് അമ്മോശനും ഉമ്മാക്കും ആഫിയത്തിന് വേണ്ടിയിട്ട്, ബാപ്പാക്ക് മഗ്ഫിറത്തിന് വേണ്ടി അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ. നല്ല സ്വഭാവമാണത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആള് സ്വന്തം ഉമ്മാനെ ഉപ്പാനെല്ലാം ബഹുമാനിക്കും, ഭാര്യന്റെ ഉപ്പാനെ ഉമ്മാനെയും ബഹുമാനിക്കൂല. ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ്, സ്വന്തം ഉമ്മാനെ ഉപ്പാനെ എങ്ങനെയെല്ലാം പരിഗണിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. ഭർത്താവിന്റെ ഉപ്പാനെ ഉമ്മാനെയും ബഹുമാനിയും കേയില്ല. നിങ്ങളെ ഉപ്പാന്ന് പറയും, നിങ്ങളെ ഉമ്മ എന്ന് പറയും. ഏറ്റവും താണൊരു വർത്താനം അത്. ഭർത്താവിനോട് അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ ഉമ്മ എന്നുള്ള ഉപയോഗം തന്നെ പാടില്ല. ഇനിയിപ്പോ നമ്മളെ ഉപ്പയും നമ്മളെ ഉമ്മയാണ്. ഭാര്യനോട് അങ്ങനെ തന്നെ, ഭാര്യനോട് നിന്റെ ഉപ്പ നിന്റെ ഉമ്മ എന്ന് പറയാൻ പാടില്ല. നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ, അല്ലെങ്കിൽ അതന്നെ പറയേണ്ടില്ല, ഉപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞത് ആ സഹോദരൻ അല്ലാഹു തആല ബർക്കത്ത് കൊടുക്കട്ടെ, അമ്മോശങ്കാക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, ഉമ്മക്ക് അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട നൂറു സാദാത്ത് ബയാർ തങ്ങളെ ഹഫിളഹുല്ലാഹ്. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع. الله تعالى عافية درجايسم കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇരിക്കും. ഇനി വാദിന് അർത്ഥമില്ല, അതുകൊണ്ട് വാദ നിർത്തി. ഇൻഷാ അല്ലാഹ് തങ്ങൾ ഉപ്പാപ്പന്റെ സമയത്തെ മാനിച്ചുകൊണ്ടാണ് ഞാൻ തങ്ങൾ വരുന്നതിന് മുമ്പ് എന്നെ പിരിവ് തുടങ്ങിയത്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. എന്നോട് പിരിക്കാൻ വേണ്ടി കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. നിങ്ങൾ ഇങ്ങനെ ബേജാറുണ്ട്. ഞാൻ എൻ്റെ വകയിൽ അങ്ങനെ ഉണ്ടല്ലോ, നമ്മുടെ ഒരു സന്തോഷം, ഒരു സദസ്, ഇത്രയും വലിയ സദസ് ഉണ്ടാക്കിയത് എന്തെങ്കിലും ഒരു നന്മ, അതും കൂടെ ഒരു വലിയ ഹൈറാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചോദിച്ചാൽ അൽഹംദുലില്ലാഹ് തന്നവർക്കെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതും ഈ കമ്മിറ്റിക്കാരെ നന്മയാണ്. നിങ്ങൾ നല്ലോണം കൊടുക്കുന്നതുകൊണ്ടാണ് പിരിക്കണമെന്നൊന്നും ഇങ്ങനെ പറയാതിരുന്നത്. ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ, ഖൈർ നൽകണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് 1000 10,000 ഒക്കെ ഇൻഷാ അല്ലാഹ് തങ്ങൾ ചോദിച്ചെങ്കിൽ നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിലും കൊടുക്കണം. എല്ലാവർക്കും അല്ലാഹു ഖൈറും സന്തോഷവും ബർക്കത്തും നൽകട്ടെ. നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. സദസ്സ് നീ കബൂലാക്കണം റഹ്മാനെ. എന്നെ ക്ഷണിച്ചവർക്കും ക്ഷണിക്കാൻ കാരണമായവർക്കും ഭക്ഷണം തന്നവർക്കും എല്ലാവർക്കും ആഫിയത്തും ദീർഘായുസ്സും സന്തോഷവും നൽകി ഞങ്ങളെ ഈ ബന്ധങ്ങളെല്ലാം അർശിന്റെ തണൽ കിട്ടുന്ന ബന്ധങ്ങളാക്കി നിലനിർത്തി തരണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഈ മജ്ലിസ് നമ്മുടെ ജീവിതത്തിൽ അവസാന മജ്ലിസാക്കി അല്ലാഹു മാറ്റാതിരിക്കട്ടെ. ദഅവത്തിന്റെ വഴിയിൽ അല്ലാഹു നമുക്ക് വലിയ ഹദ്ദ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.